രാജ്യം ഇരുട്ടിലേക്ക്. हमारे पास देश भर में 4.5 दिन का उतना प्रतिदिन हमको आता है रेक से। हमारा प्रतिदिन का कंजम्पशन है 1.75 मिलियन टन्स। वो 1.75 मिलियन टन्स हमको आता है। कल भी आया, कल हमको 275 रेक आए। और ये कौन सा रेक कहाँ जाएगा ये प्रतिदिन पावर और कोल मिनिस्ट्री मिलकर के डिसाइड करती है, ताकि सबको पर्याप्त कोल मिले। और बेसिकली डिमांड बढ़ा है तो ये खुशकिस्मती एक खुशी की बात है। കേരളത്തിന് ഇപ്പോൾ ബാധിച്ചു കഴിഞ്ഞു. ഇന്നലെ കോടംകുളത്ത് നിന്ന് നമുക്ക് 30% കിട്ടിയുള്ളൂ, 300 കിട്ടിയുള്ളൂ. അതേപോലെ വേറൊരു സ്ഥലമുണ്ട്, അതിൽ വളരെ കമ്മിയായിട്ടാണ് കിട്ടിയത്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് 1000 മെഗാവാട്ടാണ്, അതിലും വളരെ കമ്മിയായിട്ടാണ് കിട്ടിയത്. ഇങ്ങനെ പോയാൽ കുറച്ച് കഴിഞ്ഞാൽ പവർ കട്ട് നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. ലോക വിപണിയെ പിടിച്ചുലയ്ക്കുന്ന വിധം ചൈനയിൽ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ വ്യവസായ മേഖലയുടെ 40% പ്രവർത്തനമാണ് സ്തംഭിച്ചത്. 8ലേറെ തവണ പവർ കട്ട് നിത്യസാധാരണമായ പല പ്രവിശ്യകളിലും ഇരുട്ടിലായത് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ. തെരുവ് വിളക്കുകൾ തൊട്ട് മൊബൈൽ കവറേജ് വരെ നിലച്ച ഇടങ്ങൾ. കൽക്കരി ക്ഷാമം ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായ ഒരു രാജ്യത്തെ ഈ വിധം സ്തംഭിപ്പിച്ചെങ്കിൽ ഇന്ത്യ എന്താണ് ചെയ്യുക? പ്രതിസന്ധി ഇല്ല എന്ന് കേന്ദ്രം ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളവും ബ്ലാക്ക് ഔട്ടിലേക്ക് നീങ്ങുമോ? എന്തുണ്ട് പരിഹാരം? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. കോൺഗ്രസ് നേതാവ് ശ്രീ കെ വി തോമസ്, ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജിലി ജോസഫ്, BJP നേതാവ് അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, ഒപ്പം പി പ്രദീപ്, റിട്ടയർഡ് KSCB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എന്നിവരും പ്രൈം ഡിബേറ്റിൽ ചർച്ചയിൽ ചേരുകയാണ്. അതിഥികളിലേക്ക് കടക്കുന്നു പ്രൈം ഡിബേറ്റ്. ആദ്യം തന്നെ ശ്രീ പി പ്രദീപിലേക്ക്. ശ്രീ പി പ്രദീപ്, UP-യിൽ നിന്നും പഞ്ചാബിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമെല്ലാം വരുന്ന വാർത്തകൾ രാജ്യം ഒരാശങ്കയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. 8ഓളം താപവൈദ്യുതി നിലയങ്ങൾ UP-യിൽ പ്രവർത്തനം നിലച്ചിരിക്കുന്നു. പഞ്ചാബിൽ 2 നിലയങ്ങൾ പ്രവർത്തിക്കുന്നില്ല. വരും ദിവസങ്ങളിലെല്ലാം വൈദ്യുതി മുടങ്ങുമെന്ന് ഉത്തർപ്രദേശിനും പഞ്ചാബിനും എല്ലാം പുറകെ രാജസ്ഥാനും അറിയിച്ചിരിക്കുന്നു. തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലടക്കം അതിൻ്റെ അനുരണനങ്ങളെല്ലാം ഉണ്ട്. വലിയ ഒരു ആശങ്കയിലേക്ക്, വലിയൊരു പ്രതിസന്ധിയിലേക്ക് രാജ്യം നീങ്ങുകയാണ്. പ്രതികരണം എന്നോടാണ് ചോദിച്ചതെന്ന് കരുതുന്നു. കേൾക്കാമല്ലോ അല്ലേ? അതെ, തീർച്ചയായും. ശ്രീ പി പ്രദീപ്. ഓക്കെ, ബി പ്രദീപ്. രാജ്യത്ത് ഇന്ന് കൽക്കരി പ്രതിസന്ധി ഉണ്ട്. അതിനെ തുടർന്ന് രാജ്യം ഒരു വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് എന്ന വാർത്തകൾ നമ്മളെല്ലാം അലട്ടുന്നതാണ്. തീർച്ചയായും ആ ഒരു സ്ഥിതിയുണ്ട്. ആ സ്ഥിതി ആകട്ടെ വേണ്ടത്ര ആസൂത്രണമില്ലാതെ കഴിഞ്ഞ ഏതാനും നാളുകൾ കടന്നു പോയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രതിസന്ധിയല്ല. രാജ്യത്തെ വൈദ്യുതി ഉപഭോഗത്തെ സംബന്ധിച്ച് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നടത്തേണ്ടിയിരുന്ന ആസൂത്രണം നടക്കാതെ പോയതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ്. അതിന് വിവിധ സംസ്ഥാനങ്ങൾക്ക് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് പ്രാഥമികമായ ഉത്തരവാദിത്തം. ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്ത് ഈ നിലയ്ക്ക് വൈദ്യുതി ഉപഭോഗം കുതിച്ചുയരുന്നത് രാജ്യത്ത് കാലാകാലങ്ങളായി കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. ഒരു പുതിയ പ്രതിഭാസമല്ല. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വൈദ്യുതി ഉപഭോഗം കുതിച്ചുയരുക എന്നുള്ളത്. പ്രധാനമായും 2 കാരണങ്ങളാണ് ഈ സമയത്ത് വൈദ്യുതി ഉപയോഗത്തിനെ സ്വാധീനിക്കുന്നത്. ഒന്ന്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കാർഷിക സമ്പദ് വ്യവസ്ഥ സജീവമായ സംസ്ഥാനങ്ങൾ, രാജസ്ഥാൻ, ഹരിയാന, ഉത്തർപ്രദേശ്, നമ്മുടെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വൈദ്യുതി അവരുടെ ആകെ ഉപയോഗത്തിന്റെ 30%. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മാസങ്ങളാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം കാർഷിക ആവശ്യത്തിന്. ഇത് നമ്മുടെ വൈദ്യുതി ആവശ്യകത രാജ്യത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു വിശ്വാസം. 2, നവരാത്രിയുമായി ബന്ധപ്പെട്ട് വടക്കേ ഇന്ത്യയിലെ വലിയ ആഘോഷങ്ങളാണ് നമുക്കെല്ലാം അറിയാം. ആ ഒരു ഉത്സവ സീസണോടനുബന്ധിച്ച് നമ്മുടെ സമ്പദ്ഘടനയിൽ ഉണ്ടാകുന്ന ഒരു ചലനം, അതോടൊപ്പം തന്നെ ഇലുമിനേഷൻ, അതുപോലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്ന് സെപ്റ്റംബർ അവസാനത്തോടുകൂടി ഒക്ടോബറിൽ വലിയ തോതിൽ വൈദ്യുതി ഉത്പാദനം വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്ന ഒരു പ്രവണത മുൻകാലങ്ങളിലെല്ലാം ഉള്ളതാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ആസൂത്രണം എല്ലാ കാലത്തും നടക്കാറുണ്ട്. അതിനകത്ത് പ്രധാനമായ ആസൂത്രണത്തിൽ പങ്കുചേരേണ്ടത് കേന്ദ്ര വൈദ്യുതി മന്ത്രാലയം,
കേന്ദ്ര റെയിൽവേ മന്ത്രാലയം, കേന്ദ്ര കൽക്കരി മന്ത്രാലയം. ഇതിൽ 3 ആളുകൾക്കും ഇതിനകത്ത് കൂട്ടായി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് കൽക്കരി ഉൽപാദനം ആവശ്യത്തിനനുസരിച്ച് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഉൽപ്പാദിപ്പിച്ച കൽക്കരി മൈനുകളിൽ നിന്ന് ദൂരെയുള്ള വൈദ്യുത നിലയങ്ങളിലേക്ക്, കൽക്കരി നിലയങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റെയിൽവേ ബ്രേക്കുകളുടെ ലഭ്യത, അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുള്ള റെയിൽവേ ലൈനുകളിൽ കൺജഷൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തൽ, കൽക്കരി നിലയങ്ങളിലാകട്ടെ ആവശ്യത്തിന് കൽക്കരി സംഭരിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. ഇത് നടന്നിട്ടില്ല എന്നാണ് കഴിഞ്ഞ നാളുകളിലെ കണക്കുകൾ കാണിക്കുന്നത്. ഓഗസ്റ്റ് അവസാനത്തേക്കാൾ വലിയ തോതിൽ കൽക്കരി നിലയങ്ങളിലെ കൽക്കരി സംഭരണം ഗണ്യമായി കുറഞ്ഞു വരികയും ഇപ്പോൾ ഏതാണ്ട് വളരെ ക്രിട്ടിക്കലായി 135ഓളം കൽക്കരി നിലയങ്ങളിൽ വൈദ്യുതി സ്റ്റോക്ക് വളരെ ക്രിട്ടിക്കലാകുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. അതായത് ഒറ്റ കാര്യം കൂടെ, കേരളത്തെയും അപ്പോൾ ബാധിക്കും ഈ രീതിയിലാണ് പ്രതിസന്ധി പോകുന്നതെങ്കിൽ. താങ്കൾ പറഞ്ഞു നിർത്തിയത് സംഭരണം കൃത്യമായ രീതിയിൽ നടന്നില്ല, ആ രീതിയിലേക്ക് ഒരു പ്രതിസന്ധിയിലേക്ക് രാജ്യം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തെയും ബാധിക്കും എന്നുള്ള ഒരു ആശങ്ക തന്നെയാണുള്ളത് അല്ലേ? കേരളത്തെ ഈ പ്രതിസന്ധി സ്വാധീനിക്കും എന്നത് സത്യമാണ്. പക്ഷെ കേരളത്തിന്റെ മുൻകാലത്തെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി നടത്തിയിട്ടുള്ള വൈദ്യുത രംഗത്തെ ഇടപെടലുകൾ നമുക്ക് ഈ സന്ദർഭത്തിൽ സഹായകരമാണ്. അതിനോടൊപ്പം നമ്മുടെ സംഭരണികളെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. 82% നമ്മുടെ ജലസംഭരണികളെല്ലാം തന്നെ നിറഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. തുലാവർഷം സാധാരണത്തെ കൂടുതൽ ശക്തമാകും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ള പ്രവചനം. ഇതെല്ലാം കൂടി ചേർന്ന് കേരളത്തിന് ഒരു രാജസ്ഥാനിൽ ഇപ്പോൾ 1 മണിക്കൂർ പവർ കട്ട്. ഇപ്പോൾ അത് പല സ്ഥലങ്ങളിലും മണിക്കൂറുകൾ നീളുന്നു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. പഞ്ചാബിലുണ്ട്, UP-യിലുണ്ട്, അൺഷെഡ്യൂൾഡ് പവർ കട്ട് ആന്ധ്രയിലുണ്ട്. അപ്പോഴും ഈ പ്രതിസന്ധി, കൽക്കരി ക്ഷാമമില്ല, ഈ പ്രതിസന്ധി എന്നുള്ള വാർത്ത തന്നെ പൂർണ്ണമായി കെട്ടിച്ചമച്ചതാണെന്ന് കേന്ദ്രമന്ത്രി പറയുന്നത് എന്തുകൊണ്ടാണ്? അഡ്വക്കേറ്റ് ജയസൂര്യൻ, താങ്കളുടെ ഓഡിയോ ചെറിയൊരു വിഷയമുണ്ടെന്ന് തോന്നുന്നു. അതൊന്ന് അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുകയും ചെയ്യാം. അഡ്വക്കേറ്റ് ജയസൂര്യൻ. ഊർജ മന്ത്രി RP സിംഗ് വളരെ വ്യക്തമായി പറഞ്ഞു, കൽക്കരിയുടെ കാര്യത്തിൽ യാതൊരു പ്രതിസന്ധിയും ഇല്ല. പ്രതിസന്ധി ഉണ്ട്, എവിടെയെങ്കിലും കൽക്കരി കുറവുണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അത് പറഞ്ഞാൽ മതി, അവിടെ കൃത്യമായിട്ട് അത് എത്തിക്കാൻ കഴിയും. ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ഉണ്ട്, 4 ദിവസത്തേക്കുള്ള കരുതൽ സ്റ്റോക്ക് തന്നെ ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അതുകൊണ്ട് ആശങ്ക പരത്തേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവാനുള്ള അടിസ്ഥാനപരമായ കാരണം ഗെയിലും ടാറ്റയും തമ്മിലുണ്ടായ ഒരു കമ്മ്യൂണിക്കേഷനിലെ ആശയക്കുഴപ്പമാണ് ഒരു വാർത്തയായി പുറത്തു വരികയും ഒരു വലിയ വൈദ്യുതി പ്രതിസന്ധി രാജ്യത്ത് നേരിടാൻ പോകുന്നു ചൈനയെ പോലെ എന്നുള്ള ഒരു വാർത്തയായി അത് പുറത്തേക്ക് വരികയും ചെയ്തത്. പക്ഷെ അത് അങ്ങനെയുള്ള യാതൊരു ആശയക്കുഴപ്പത്തിന്റെയും കാരണമില്ല. അതിനോട് നമുക്ക് ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം, കിഴക്കൻ പ്രദേശത്തും മധ്യ ഇന്ത്യയിലും ഉള്ള കൽക്കരി പാടങ്ങളിൽ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് വെള്ളം കയറിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സാങ്കേതികമായ തടസ്സങ്ങൾ, കൽക്കരി സംഭരിക്കാനും കൽക്കരി പുറത്തേക്ക് എത്തിക്കാനുമുള്ള ചില താമസങ്ങൾ ഉണ്ടായി എന്നതാണ് പിന്നെ വാർത്ത വലുതാക്കാനുള്ള കാരണം. പക്ഷെ ഇതൊന്നും കൽക്കരി വിതരണത്തെ ബാധിക്കുന്ന കാര്യമല്ല, വൈദ്യുതി ഉത്പാദനത്തെ ബാധിക്കുന്ന കാര്യമല്ല. ഇതിനെയൊക്കെ തന്നെ മാനേജ് ചെയ്യാനുള്ള സംവിധാനം റെഡി തന്നെയാണ്, ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ഉണ്ട്, അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല എന്ന് ഊർജ്ജമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിൽ ആശങ്കയൊന്നും വേണ്ട. ഇപ്പൊ തന്നെ ശ്രീ പ്രദീപ് ഇവിടെ പറഞ്ഞല്ലോ, നമ്മളെ ബാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളെ അത് ബാധിക്കില്ല, നമ്മളതെല്ലാം സുരക്ഷിതമായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. എന്നതുപോലെ തന്നെ ബാധിക്കാത്ത ഒരു അന്തരീക്ഷം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉറപ്പു നൽകാൻ കേന്ദ്ര ഊർജ്ജ മന്ത്രി RP സിംഗ് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. എവിടെയാണ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയൂ, അവിടെ സമയത്ത് തന്നെ കൽക്കരി എത്തിക്കാൻ തയ്യാറാണ്, കൽക്കരി ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് ഇത് കേവലം ഒരു ആശങ്ക മാത്രമാണ്. ആ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ആരും ഭയപ്പെടേണ്ടതില്ല. യാതൊരുവിധ വൈദ്യുതി പ്രതിസന്ധിയും ഉണ്ടാവില്ല, രാജ്യം ഇരുട്ടിലേക്ക് പോവില്ല എന്ന് കേന്ദ്ര ഊർജ്ജ മന്ത്രി പറഞ്ഞത് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. സംസ്ഥാനങ്ങളിൽ തുടരുന്ന പവർ കട്ടുകൾ വളരെ എളുപ്പത്തിൽ പരിഹരിക്കും, കൽക്കരി ക്ഷാമവും വളരെ പെട്ടെന്ന് പരിഹരിക്കും. 4 ദിവസത്തേക്കുള്ള കൽക്കരി മാത്രമാണുള്ളത്, ആ ശേഖരം എല്ലാ ദിവസവും സ്റ്റോക്ക് എത്തും എന്നെല്ലാമാണ് കേന്ദ്രമന്ത്രി ആവർത്തിക്കുന്നത്. അപ്പോൾ പ്രതിസന്ധി ഉണ്ട് എന്ന് സംസ്ഥാനം പറയുകയും ചെയ്യുന്നു. അതായത് പവർ കട്ടിലേക്ക് നീങ്ങേണ്ട സ്ഥിതിയാണ് എന്ന്, കേരളത്തിന് പോലും പവർ കട്ടിലേക്ക് നീങ്ങേണ്ട സ്ഥിതിയാണെന്നാണ് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ഇന്ന് പറഞ്ഞത്. ശ്രീ ജയസൂര്യൻ. അല്ല, ഇപ്പൊ രാജസ്ഥാൻ
ഡൽഹി, കേരളം, പഞ്ചാബ് ഈ 4 സംസ്ഥാനങ്ങളാണ് ഈ ആശങ്ക പുറത്തുവിടുന്നത്. ഈ 4 സംസ്ഥാനങ്ങളും ഈ ആശങ്ക ജനിപ്പിക്കുന്നതിൽ രാഷ്ട്രീയ കാരണങ്ങളും ഉണ്ടാകാം എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും യാതൊരു പ്രശ്നവുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കേന്ദ്രത്തെ അറിയിച്ചാൽ അപ്പോൾ തന്നെ അവിടെ വൈദ്യുതി എത്തിക്കാൻ തയ്യാറാണ്. 4 ദിവസത്തേക്കുള്ള വൈദ്യുതി മാത്രമേ ഉള്ളൂ എന്നല്ല കേന്ദ്രം പറഞ്ഞത്. 4 ദിവസത്തേക്കുള്ള കരുതൽ കൽക്കരി ഉണ്ട്. 4 ദിവസത്തേക്കുള്ള കരുതൽ കൽക്കരിയുണ്ട്. എല്ലാ ദിവസവും പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കൽക്കരിയും ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഈ കരുതൽ ശേഖരം അവിടെ എത്തിക്കാനും അപ്പോൾ തന്നെ ആ വിഷയം പരിഹരിക്കാനും സാധിക്കും. അതുകൊണ്ട് കേരളത്തിന് അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങൾക്ക് യാതൊരു പരിഭ്രമത്തിന്റെ ആവശ്യമില്ല. കേന്ദ്രത്തിന്റെ പക്കൽ ഞാൻ തിരികെ വരാം. ശ്രീ എസ് ജയസൂര്യൻ, ഞാൻ തിരികെ വരാം. പ്രൊഫസർ കെ വി തോമസ്, പ്രതിസന്ധി കെട്ടിച്ചമയ്ക്കുന്നതാണ് ഇങ്ങനെ ഒരു ആശങ്ക സംസ്ഥാനങ്ങൾ പുറത്തുവിടുന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് BJP നേതാവ് പോലും പറഞ്ഞു വെക്കുന്നത്. അതേസമയം പ്രതിസന്ധി കേരളത്തെ പോലും ബാധിച്ചിരിക്കുന്നു. പവർ കട്ടിലേക്ക് കടക്കേണ്ട ഒരു സ്ഥിതിയിലാണ് സംസ്ഥാന വൈദ്യുതി വകുപ്പും മന്ത്രിയും പറയുന്നു. എന്താണ് നിജസ്ഥിതി എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഈ രാജ്യം നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും എടുത്താൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിരുത്തരവാദിത്വപരമായ സമീപനം നാം കാണുന്നുണ്ട്. ഇപ്പൊ 2019 നവംബറിലാണ് ചൈനയിൽ നാം ഈ കൊറോണ രോഗം കണ്ടത്. നമുക്കിവിടെ ആവശ്യമായ പ്രിപ്പറേഷൻ എടുക്കാൻ കഴിഞ്ഞു. 20 ആദ്യ ജാനുവരി ഫെബ്രുവരി മാസത്തിൽ പ്രധാനമന്ത്രി ട്രംപിനെ സ്വീകരിക്കാൻ നടക്കായിരുന്നു. പിന്നെ എന്താ ചെയ്ത്? രോഗം വ്യാപകമായപ്പോൾ ചെണ്ട കൊട്ടാൻ പറഞ്ഞു, വിളക്ക് കത്തിക്കാൻ പറഞ്ഞു. ഇവിടെ അടച്ചുപൂട്ടി ഒരു രാത്രി കൊണ്ട് പ്രധാനമന്ത്രി. രാജ്യത്തുണ്ടായ വെല്ലുവിളി എന്താണ്? ഇന്നും നമുക്ക് ആവശ്യത്തിലുള്ള മെഡിസിൻസ് കൊടുക്കാൻ കഴിയുന്നില്ല, വാക്സിൻസ് കൊടുക്കാൻ കഴിയുന്നില്ല. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വാക്സിൻ കൊടുക്കാതെ പുറത്തേക്ക് അയച്ചിട്ട് ഞാനൊരു കാര്യം പറയുന്നുള്ളൂ. സമാനമാണ് സ്ഥിതി. ഇവിടെ നമുക്ക് കൽക്കരി കുറഞ്ഞിരിക്കുന്നു. കൽക്കരിയുടെ ഉത്പാദനം കുറഞ്ഞു. കൽക്കരിയുടെ ഉത്പാദനം കുറഞ്ഞ് 2014 മുതൽ തുടങ്ങിയ സംഭവങ്ങളാണ്. അതിന്റെ ഓപ്ഷനെ കുറിച്ച് ഈ ഖനികൾ ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം പല സംസ്ഥാനങ്ങളും ഒറീസ ഉൾപ്പെടെ ഉത്പാദിപ്പിക്കേണ്ട പല സംസ്ഥാനങ്ങളും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ഉത്പാദനം നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അങ്ങനെ വലിയൊരു കൽക്കരി ഉള്ള രാജ്യമല്ല ഇന്ത്യ. നമുക്ക് പുറത്തുനിന്ന് കൂടി കൊണ്ടുവരേണ്ടി വരും. പുറത്തുനിന്ന് കൊണ്ടുവരാൻ എന്താ ഏർപ്പാട്? നമുക്കിവിടെ ഉത്പാദനം കുറയുന്നു. അപ്പൊ പറയാം നാളെ മഴ പെയ്യുന്നു, വെള്ളപ്പൊക്കം ഉണ്ടായെന്നൊക്കെ പറയാം. പക്ഷെ ഇതൊക്കെ ഉണ്ടായാലും നമുക്ക് ആവശ്യമായ കൽക്കരി ശേഖരിച്ചു വെക്കട്ടെ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൽക്കരി കൊണ്ടുവരാൻ കഴിയുമോ? അവിടെയുള്ള വില അഭൂതപൂർവമായ വിലക്കയറ്റം വിദേശ രാജ്യങ്ങളിൽ കൽക്കരി ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ ഇപ്പൊ RP സിംഗ് പറഞ്ഞു എവിടെയൊക്കെ ക്ഷാമമാണ് അവിടെ എത്തിക്കും. എവിടെ എത്തിക്കണമെന്ന് അറിയാമല്ലോ. നമ്മുടെ ഉത്പാദന കേന്ദ്രങ്ങളിലാണ് വേണ്ടത്. ഇന്ത്യയിലെ താപോത്പാദനത്തിൽ ഏറ്റവും കൂടുതലുള്ള ഒരു മേഖല ഈ കൽക്കരി ആണ്, താപനിലയങ്ങളാണ്. പിന്നെയുള്ള ഹൈഡ്രോ ഇലക്ട്രിക് ആണ്. കുറച്ച് മാത്രമേ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നുള്ളൂ. പക്ഷെ കേരളത്തിന്റെ പ്രത്യേകത അത് വിസ്മരിച്ചുകൊണ്ട് കേരളത്തിൽ ഹൈഡ്രോ ഇലക്ട്രിക് ആണ്. നമുക്കിവിടെ സിയാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മറ്റൊരു സംസ്ഥാനത്തില്ലാത്ത വിധത്തിൽ സോളാർ ഉത്പാദനം നടക്കുന്നുണ്ട്. എന്നാലും കേരളത്തിൽ ഭയപ്പാടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നു, മഴ പ്രതീക്ഷിക്കുന്നു, നമ്മുടെ അണക്കെട്ടുകൾ വെള്ളം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതല്ല രാജസ്ഥാനിലെ സ്ഥിതി. ഇതല്ല ഞാനിപ്പോ ഡൽഹിയിൽ സംസാരിക്കുന്നു. ഡൽഹിയിലെ എല്ലാ ഹൗസ് ഹോൾഡറിന്റെ മെസ്സേജ് വന്നു കഴിഞ്ഞു. ഡൽഹി ഗവൺമെന്റ് നിങ്ങൾ സൂക്ഷിക്കണം, ഇലക്ട്രിസിറ്റി കുറച്ച് കഴിഞ്ഞു. ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ചു, ഇവിടെ വലിയ ആഘോഷം വരാൻ പോവാണ്. ഇവിടെ നോർത്ത് ഇന്ത്യ മുഴുവൻ വിളക്ക് കത്തിച്ച് ഇലക്ട്രിസിറ്റി കത്തിച്ച് വലിയൊരു ആഘോഷം വരാൻ പോകുന്ന കാലഘട്ടത്തിലേക്ക് നാം പോവാണ്. അപ്പൊ ഈ സന്ദർഭത്തിൽ എന്ത് പ്രിക്കോഷൻ എടുത്തു ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്? പറയാവോ ഒരു പ്രശ്നം ഉണ്ടാവില്ല? അതല്ല പ്രധാനമന്ത്രി ചെയ്തതുപോലെ പ്രശ്നം വരുമ്പോൾ അവസാനം നിങ്ങൾ നാളെ ലൈറ്റ് ഓഫ് ചെയ്യൂ, നിങ്ങൾ നാളെ ചെണ്ട കൊട്ടു എന്ന് പറഞ്ഞാൽ മതിയോ? ശ്രീ കെ വി തോമസ്, അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് കൽക്കരി സംഭരണം 22 ദിവസത്തേക്ക് വേണമെന്നുള്ള ആ വ്യവസ്ഥ പാലിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ വീഴ്ച വരുത്തി. ഈ സെപ്റ്റംബർ അവസാനത്തോടെ ഇത് കഴിഞ്ഞ വർഷത്തേക്ക് സംബന്ധിച്ചൊരു 76% കുറവ് കൽക്കരി സംഭരണത്തിൽ വന്നു. ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തുന്നതിൽ അല്ലെങ്കിൽ അതിൽ പ്രിക്കോഷൻ എടുക്കുന്നതിൽ കൃത്യമായ വീഴ്ച കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു എന്ന് തന്നെയാണ് ആവർത്തിക്കുന്നത്. അതല്ലേ സത്യം. 2014 ഈ ഗവൺമെന്റ് വന്ന കാലഘട്ടത്തിൽ തന്നെ കൽക്കരി മേഖലയിൽ പ്രതിസന്ധികളുണ്ട്. ധാരാളം കേസുകൾ നടക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടായ കേസുകളുണ്ട്, കേന്ദ്ര ഗവൺമെന്റിനുണ്ടായ കേസുകൾ. നമ്മുടെ ഉത്പാദനം കുറവാണ്, നമുക്ക് കൽക്കരി ഉത്പാദനം കുറവാണ്. അതിനെ നമ്മൾ പരിഹരിക്കുന്നത് എങ്ങനെ? വിദേശത്ത് ഇറക്കുമതി ചെയ്യണം. ഇപ്പൊ വിദേശത്ത് ഈ കൽക്കരിയുടെ വില വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇത് എങ്ങനെ പ്രതിസന്ധി പരിഹരിക്കും? എത്രമാത്രം നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്?
ഈ പ്രതിസന്ധി വരാത്ത രീതിയിൽ നമ്മൾ ശേഖരിച്ചു വെച്ചിട്ട് 24 ദിവസത്തേക്കോ 10 ദിവസത്തേക്കോ നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടോ? അല്ലാതെ ഇപ്പൊ പ്രതിസന്ധി പറഞ്ഞതുപോലെ എവിടെയെങ്കിലും പ്രതിസന്ധി കൊണ്ട് എത്തിക്കാൻ അങ്ങനെ ഇത് സാധാരണ 50 കിലോ 100 കിലോ കൊടുക്കുന്ന സംഭവമല്ല. ഇത് നമ്മുടെ താപനിലയങ്ങളിൽ ആയിരക്കണക്കിന് ടണ്ണാണ് എത്തിക്കേണ്ടത് കൃത്യമായി. അപ്പൊ അതിനെന്താ സംവിധാനം ചെയ്തിട്ടില്ല? അത് കിട്ടുമെന്ന് ചോദിക്കണ്ട. ഗവൺമെന്റ് അറിയാമല്ലോ, കമ്പ്യൂട്ടർ എടുത്തൊന്ന് നോക്കി അറിയാമല്ലോ ഏതൊക്കെ സ്ഥലത്താണ് കറണ്ട് ഈ പിന്നെ കൽക്കരി എത്തേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത കൽക്കരി അല്ല ഈ പറയുന്നത്. വളരെ വലിയ താപനിലയങ്ങൾ നിന്നു പോകും. താപനില നിന്നാൽ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഉത്പാദനം കുറയും. ഇലക്ട്രിസിറ്റി ഉത്പാദനം എന്ന് പറയുന്ന രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയുടെ തകർച്ചയാണ്. ഒരു കമ്പ്യൂട്ടർ ഉൾപ്പെടെ വർക്ക് ചെയ്യില്ല. റൈറ്റ്, ഞാൻ തിരികെ വരാം. ശ്രീ കെ വി തോമസ്, ചില സാങ്കേതിക വിഷയങ്ങൾ കൂടി അതുകൂടെ പരിഹരിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നു. ശ്രീ ബി പ്രദീപ്, ചൈനയിൽ വലിയ രീതിയിൽ വൈദ്യുതി പ്രതിസന്ധി വരുമ്പോൾ ഫാക്ടറികൾ അടച്ചുപൂട്ടുന്നു, കമ്പനികൾക്ക് വൈദ്യുതി ഉപഭോഗത്തിന് റേഷനിങ് ഏർപ്പെടുത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയെ പോലുള്ള രാജ്യം ഈ സാഹചര്യവുമായി കൂട്ടിച്ചേർത്തുകൂടി വായിച്ചുകൊണ്ടാകണമല്ലോ ഈ പ്രതിസന്ധിയിലേക്ക് കടക്കേണ്ടത്. അത് കൃത്യമായി ചെയ്യുന്നില്ല കേന്ദ്ര സർക്കാർ എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടിയാണ് ശ്രീ കെ വി തോമസ് അടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു കാര്യത്തിൽ വ്യക്തത വേണ്ടത്, ഈ 4 ദിവസത്തെ കരുതൽ ശേഖരം എന്ന് പറയുന്നത് അങ്ങേയറ്റം ഇന്നഡിക്കേറ്റ് ആണ്, തൃപ്തികരമല്ല എന്നത് മനസ്സിലാക്കാൻ അത് സംബന്ധിച്ച വ്യവസ്ഥകൾ നോക്കിയാൽ മാത്രമേ. കാരണം പിറ്റ്ഹെഡിലുള്ള, അതായത് കൽക്കരി ഖനികളോട് ചേർന്ന് നിൽക്കുന്ന നിലയങ്ങളിൽ പോലും 15 ദിവസത്തെ കൽക്കരി സംഭരണം ഉണ്ടാകണമെന്നാണ് രാജ്യത്തെ നിയമവ്യവസ്ഥ പറഞ്ഞിട്ടുള്ളത്. കൽക്കരി ഖനികളിൽ നിന്ന് ദൂരേക്ക് പോകും തോറും അത് 20 മുതൽ 25 ദിവസത്തെ സംഭരിച്ചു വെച്ചിരിക്കണം എന്നാണ് രാജ്യത്തെ നിയമവ്യവസ്ഥ പറയുന്നത്. ആ സ്ഥാനത്താണ്, ആ നിയമവ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ്, അത് പാലിക്കാതെയാണ് കേവലം 4 ദിവസത്തെ സംഭരണം മാത്രമേ ഉള്ളൂ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന കൽക്കരി നിലയങ്ങളിലും ഉള്ളൂ എന്നതാണ് നിലവിലുള്ള പ്രതിസന്ധി. ആ പ്രതിസന്ധിയുടെ പ്രതിഫലനം ഇന്ത്യയിലെ പവർ എക്സ്ചേഞ്ചുകളിൽ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. ആരെങ്കിലും പ്രതിസന്ധി ഉണ്ടെന്ന് കേവലം പറയുന്നതല്ല. കാരണം പവർ എക്സ്ചേഞ്ചുകളിൽ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ വർഷം തന്നെ തുടക്ക മാസങ്ങളിൽ പവർ എക്സ്ചേഞ്ചുകളിൽ വൈദ്യുതിയുടെ വില, പവർ എക്സ്ചേഞ്ചിൽ വൈദ്യുതിയുടെ വില നിശ്ചയിക്കുന്നത് ഡിമാൻഡിന്റെ സപ്ലൈയുടെയും അടിസ്ഥാനത്തിലാണ്. ഡിമാൻഡ് ഉയർന്ന് സപ്ലൈ കുറഞ്ഞിരുന്നാൽ വില ഉയർന്നതായി വരും, നേരെ തിരിച്ചാണെങ്കിൽ വില കുറഞ്ഞു വരും. ഈ വർഷം തുടക്കത്തിലൊക്കെ ഏതാണ്ട് 3 രൂപ താഴെയായിരുന്ന വൈദ്യുതിയുടെ വില ഇന്ന് പവർ എക്സ്ചേഞ്ചിൽ 20 രൂപയായി ഉയർന്നിരിക്കുന്നു. ഡിമാൻഡ് സപ്ലൈ തമ്മിൽ വലിയ മിസ്മാച്ച് ഉണ്ട് എന്നത് പവർ എക്സ്ചേഞ്ചിലെ ആ വൈദ്യുതി വില തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആരെങ്കിലും അത് കളവായി പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. മാർക്കറ്റ് തന്നെ ആ ക്ഷാമം തെളിയിക്കുന്നുണ്ട്. 20 രൂപയിൽ അത് നിൽക്കുന്നതാകട്ടെ അതിന് മുകളിലേക്ക് പോകാൻ നിയമപരമായി കഴിയാത്തതുകൊണ്ട് നിയമപരമായി പോകാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന നിരക്കായ 20 രൂപയിൽ എക്സ്ചേഞ്ചിലെ വില എത്തിയിരിക്കുന്നു. അത്ര കടുത്ത ക്ഷാമം രാജ്യത്ത് നിലനിൽക്കുന്നു. പവർ എക്സ്ചേഞ്ചുകളിൽ മുൻകാലങ്ങളിൽ കഴിഞ്ഞ വർഷമായാലും ഈ വർഷം ആദ്യമായാലും വിൽപ്പനയ്ക്കായി എത്തിയിരുന്നത് ഏതാണ്ട് 25,000 മെഗാവാട്ട് വൈദ്യുതിയാണ് വിൽപ്പനയ്ക്കായി എത്തിയിരുന്നത്. എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങാൻ ഏതാണ്ട് 10,000 മെഗാവാട്ടിന്റെ ആവശ്യക്കാരെ ഉണ്ടായിരുന്നു. ഇന്ന് നേരെ തിരിഞ്ഞിരിക്കുന്നു. വിൽപ്പനയ്ക്കായി എത്തുന്നത് ഏതാണ്ട് 10,000 മെഗാവാട്ടിനുള്ള വൈദ്യുതി മാത്രമാണ് വിൽപ്പനയ്ക്കായി എത്തുന്നത്. വാങ്ങാനായിട്ടാകട്ടെ ഏതാണ്ട് 20,000 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ ആളുകൾ നിൽക്കുന്ന സ്ഥിതിയാണ്. ഈ ഒരു ക്ഷാമമുണ്ട്. ഒരു പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ പ്രതിസന്ധി ഉണ്ട് എന്ന് ആദ്യം അംഗീകരിക്കുകയാണ് വേണ്ടത്. മറ്റ് രാഷ്ട്രീയം അതിനകത്ത് കലർത്തുന്നതിനകത്ത് കാര്യമില്ല. അതിന് ഞാൻ ഉദാഹരണം പറയാം. ഗുജറാത്ത് സംസ്ഥാനം ഈ 20 രൂപയുടെ വൈദ്യുതി ഒരു ദിവസം വാങ്ങിക്കൂട്ടുന്ന 5,000 മെഗാവാട്ടാണ്. ഏതാണ്ട് 10,000 മെഗാവാട്ടാണ് ഗുജറാത്തിന്റെ ആകെ വൈദ്യുതി ആവശ്യം. അതിൽ 5,000 മെഗാവാട്ടും ഈ ഭീമമായ വില 20 രൂപ നൽകി എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗുജറാത്ത് സംസ്ഥാനം. അവരൊരു പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാൽ അത് പുറത്തു പറയുന്നില്ലായിരിക്കും. പക്ഷെ ആ പ്രതിസന്ധി രാജ്യത്തുണ്ട് എന്നുള്ളത് അതാണ് പോയിന്റ്. ഞാൻ തിരികെ വരാം. ശ്രീ അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, പ്രതിസന്ധി ഉണ്ടായിട്ടും അത് അംഗീകരിക്കാൻ വിമുഖത കാണിക്കുകയാണോ കേന്ദ്ര സർക്കാർ എന്നുള്ള ചോദ്യം ഉത്തരേന്ത്യ മാത്രമല്ല, തൊട്ടടുത്തുള്ള തമിഴ്നാട് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോർപ്പറേഷൻ ഈയിടെയാണ് വ്യക്തമാക്കിയത് പവർ സപ്ലൈ പലയിടത്തും നിർത്തിവെക്കേണ്ടതായി വന്നിരുന്നു എന്നുള്ളത്. അത് കൽക്കരി ക്ഷാമമാണെന്നുകൂടി വ്യക്തമായിരുന്നു ആ വാർത്തകളിലെല്ലാം വന്നിരിക്കുന്നത്. ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ ഇതെല്ലാം കൽക്കരി ക്ഷാമത്തിലേക്ക് നീങ്ങുന്നു. തെലങ്കാന സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തേക്ക് കൂടെയുള്ള കൽക്കരി മാത്രമാണുള്ളത് എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ സാഹചര്യം നിൽക്കുമ്പോൾ ഇതൊരു കെട്ടിച്ചമച്ച കഥയാണ്, ഇങ്ങനൊരു പ്രതിസന്ധി ഇല്ല എന്ന് കേന്ദ്രം പറയുന്നത് അതിനെ ശരിയായ ഗൗരവത്തിലെടുക്കാത്തത് കൊണ്ടാണ് എന്ന് വിലയിരുത്തേണ്ടതായി വരില്ലേ? അങ്ങനെയല്ല.
ഇവിടെ ശ്രീ കെ വി തോമസ് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, എവിടെയെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ എത്തിക്കും എന്ന് പറയുന്നത് ശരിയല്ലല്ലോ, അതൊക്കെ അറിയണ്ടേ എന്ന്. അതൊക്കെ കൃത്യമായിട്ടും അറിയുന്നുണ്ട്, കൃത്യമായിട്ടും അതിനുള്ള സംവിധാനമുണ്ട്. എന്നിട്ടും ചില സംസ്ഥാനങ്ങൾ പ്രതിസന്ധിയുണ്ട് എന്ന് ആവർത്തിക്കുമ്പോൾ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളോടാണ് പറഞ്ഞത്, അങ്ങനെ ഉണ്ടെങ്കിൽ പറയൂ എവിടെയാണ് പ്രശ്നം എന്ന്. അതാണ് ചോദിച്ചത്. അല്ലാതെ അതിനെക്കുറിച്ച് കണക്കറിയാത്തത് കൊണ്ടോ വസ്തുതകൾ അനുസരിച്ച് കാര്യങ്ങൾ നീക്കാത്തത് കൊണ്ടോ അല്ല. പിന്നെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ കേന്ദ്രം മാത്രമല്ല വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഇപ്പോ സ്റ്റേറ്റിന്റെ ഉൽപാദനം അത് ഗ്യാസിന്റെ അടിസ്ഥാനത്തിൽ 7814 മെഗാവാട്ട് ആദ്യം ഉണ്ടായിരുന്നത്, പിന്നെ 4017 മെഗാവാട്ട് കൂടെ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഏറ്റവും അവസാനം ഗ്യാസിന്റെ ഉൽപാദനത്തിൽ തന്നെ വൈദ്യുതി ഉൽപാദനം 2494 മെഗാവാട്ട് കൂടെ വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ ഓരോ പ്രദേശത്ത് വർദ്ധിക്കുന്നതായ വൈദ്യുതിയാണ്. അപ്പൊ അതും കൂടി ചേർത്ത് കേന്ദ്രത്തിന്റെ 135 ആകെയുള്ള അഖിലേന്ത്യാ തലത്തിലുള്ള കൽക്കരി വൈദ്യുത ഉൽപാദന നിലയങ്ങളുടെ ഔട്ട്പുട്ട് ആയിട്ടുള്ള 47,460 മെഗാവാട്ടും ഇപ്പോൾ ഈ സ്റ്റേറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള മെഗാവാട്ടും കൂടെ ചേർത്തിട്ടാണ് ഓരോ സംസ്ഥാനങ്ങളും അവരവരുടെ ആവശ്യം നിർവഹിക്കുന്നത്. ഇവിടെ കൽക്കരിയുടെ ഷോർട്ടേജ് എന്നുള്ളത് ഭയപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ വർഷം ഈ സമയം കൽക്കരിയുടെ ഉൽപാദനം എന്നുള്ളത് 282 മെട്രിക് ടൺ എന്നുള്ളത് ഈ വർഷമായപ്പോൾ 315 മെട്രിക് ടൺ എന്നായി വർദ്ധിച്ചിട്ടുണ്ട്. 12% വർധനവ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ കൊറോണയുടെ കാലഘട്ടത്തിന് ശേഷമുള്ള സാമ്പത്തിക കുതിപ്പും ഇപ്പോൾ വ്യവസായ മേഖലയും വാണിജ്യ മേഖലയും ഒപ്പം കാർഷിക മേഖലയും കൂടുതൽ ഊർജ്ജം ഉപഭോഗിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രൈസും വർദ്ധിക്കേണ്ടി വരും, സപ്ലൈയുടെ ആനുപാതികമായിട്ടല്ല എന്നുണ്ടെങ്കിൽ. അത് എല്ലായ്പ്പോഴും താങ്കൾക്ക് തന്നെ തിരികെ വരാം. ശ്രീ അഡ്വക്കേറ്റ് എസ് കെ സുരേൻ, എനിക്കറിയാം താങ്കൾക്ക് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ബിജ്ലി ജോസഫ് അദ്ദേഹത്തിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നില്ല ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട്. അദ്ദേഹത്തിലേക്ക് പോയ ശേഷം താങ്കൾക്ക് തന്നെ വീണ്ടും ചില സാങ്കേതിക തടസ്സങ്ങൾ, അദ്ദേഹത്തിലേക്ക് തന്നെ തിരികെ വരാം. ഞാൻ അഡ്വക്കേറ്റ് ജയസൂര്യൻ, താങ്കൾ പറഞ്ഞത് മുഴുമിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചൈനയിൽ വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് വ്യവസായ മേഖല പോലും പകുതിക്കടുത്ത് തന്നെ പ്രവർത്തനം സ്തംഭിക്കുന്ന ഒരു രീതിയിലേക്ക് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മുന്നിലുണ്ട്. അങ്ങനെ വളരെ ഭീതിതമായ ഒരു സാഹചര്യം ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന, അതുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു സവിശേഷ സാഹചര്യം ഇതിനകത്തുണ്ട്. അതല്ലേ കോൺഗ്രസ് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്? ഞാൻ പറഞ്ഞതിന്റെ ഒരു പോയിന്റ് കൂടെ പൂർത്തീകരിച്ചിട്ട് അതിലേക്ക്. ഇതിന്റെ ഒക്കെ പുറമെ 4683 മെഗാവാട്ട് വൈദ്യുതി, ജലവൈദ്യുതി എന്നുള്ള നിലയിലും സംസ്ഥാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുതി, ഗ്യാസ് വൈദ്യുതി, കോൾ വൈദ്യുതി, കൽക്കരി വൈദ്യുതി, ഈ വൈദ്യുതിയും സെൻട്രൽ പൂളിൽ നിന്ന് വരുന്ന വൈദ്യുതിയും കൂടി അതാത് സംസ്ഥാനങ്ങളിൽ കാര്യക്ഷമമായി കൂട്ടിയോജിപ്പിച്ച് ഉപയോഗിക്കുവാൻ മുൻകൂർ തന്നെ അത് കേന്ദ്രത്തെ അറിയിച്ചുകൊണ്ട് ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അത് താരതമ്യപ്പെടുത്തി അതിനെ സമരസപ്പെടുത്തി കൊണ്ടുപോകാനുള്ള മെക്കാനിസം സംസ്ഥാനവും കേന്ദ്രവും ഒന്നിച്ച് പരസ്പരം സഹകരിച്ച് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ടാറ്റയും ഗെയിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വൻതോതിൽ പവർ സപ്ലൈ, പവർ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്യുന്ന ഗെയിലും ടാറ്റയും, ഇവരൊക്കെ തന്നെയുള്ള കോർഡിനേഷൻ ഇതാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തുള്ള പവർ സപ്ലൈയെ വളരെ കാര്യക്ഷമമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനുള്ള സംവിധാനം നിലവിലുണ്ട്. അതാണ് RPC കേന്ദ്ര ഊർജ്ജ മന്ത്രി പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ചൈനയിലെ കാര്യം പറയുന്നത്, അത് പണ്ട് മോസ്കോയിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ കൊട പിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പൊ മോസ്കോ ഇല്ലാത്തതുകൊണ്ട് കൊടപിടുത്തം നിർത്തിയപ്പോൾ ചൈനയിലേക്ക് പോയിരിക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ല. ചൈന വേറൊരു രാജ്യം, ഇന്ത്യ മറ്റൊരു രാജ്യം. ചൈനയിലെ സംവിധാനങ്ങളും അവിടുത്തെ ഉൽപാദനവും ഡിമാൻഡും ഡിസ്ട്രിബ്യൂഷനും അല്ലല്ലോ ഇന്ത്യയിലുള്ളത്. ചൈനയിലെ ഭരണകൂടമല്ലല്ലോ ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് ചൈനയിൽ അത് കാണുമ്പോൾ ആശങ്ക ഉണ്ടാകുന്നതിൽ തെറ്റില്ല. പക്ഷെ ആ ആശങ്ക അതേപടി ഇന്ത്യയിൽ ആവർത്തിക്കും എന്ന് ആശങ്ക ജനിപ്പിക്കേണ്ടത് ആവശ്യമില്ല, അത് പരത്തേണ്ടതിന്റെ ആവശ്യമില്ല. ഇവിടെ ഊർജ്ജമന്ത്രി ഈ കാര്യത്തെക്കുറിച്ച് ബോധവാനാണ്. അദ്ദേഹം ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ തരികയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ എക്സ്പ്ലനേഷൻ ഒന്നും മതിയാവുന്നില്ല, എന്നിട്ടും ആശങ്ക ബാക്കിയുണ്ടെങ്കിൽ ആ ബാക്കി ആശങ്കയുള്ളവർ പറയൂ, അവിടെ എത്തിക്കാം എന്നാണ് പറഞ്ഞത്. അല്ലാതെ രാജ്യത്തെക്കുറിച്ചുള്ള ഈ കൽക്കരിയെക്കുറിച്ചോ പവർ സപ്ലൈയെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടല്ല RPC അങ്ങനെ പറഞ്ഞത്.
കെ വി തോമസ് സാർ എന്ന് സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ അതിന്റെ മറുപടിയായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ തിരികെ വരാം. ശ്രീ കെ വി തോമസ്, അന്താരാഷ്ട്ര തലത്തിൽ കൽക്കരിയുടെ ഇറക്കുമതി തന്നെ തടസ്സപ്പെട്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള വില കൂടിയത് കൊണ്ടാണ്. അതല്ലാതെ ഇതൊരു ചൈനയിൽ മഴ പെയ്യുന്നത് കൊണ്ട് ഇവിടെ കൂടെ പിടിക്കുകയാണ് എന്നാണ് BJP നേതാവ് പറയുന്നത്. അപ്പോഴും ഇങ്ങനെ ഒരു പ്രതിസന്ധി അത് പരിഹരിക്കാൻ കഴിയാത്തതല്ല, അല്ലെങ്കിൽ വലിയൊരു ആശങ്ക മുന്നിൽ നിൽക്കുന്നില്ല എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഗവൺമെന്റ് ജനങ്ങളിൽ നിന്നും എന്തോ ഒളിച്ചു വെക്കുന്നു. അതാണ് ഈ ദിവസങ്ങളിൽ നാം കാണുന്നത്. നമുക്ക് കൽക്കരി ഇറക്കുമതി ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് വലിയ തോതിൽ. അങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യത്ത് ഇപ്പൊ കാണുന്ന ഒരു പ്രതിഭാസം, വിദേശ രാജ്യങ്ങളിൽ കോളിന്റെ വില കൂടി, അഭൂതപൂർവമായി കൂടി. അപ്പൊ നമുക്ക് എത്രമാത്രം ഇറക്കുമതി ചെയ്യാൻ കഴിയും? നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്? ഇതൊക്കെ നോക്കിക്കൊണ്ടാണല്ലോ ഇപ്പൊ ഈ കൽക്കരിയുടെ ഇറക്കുമതി തന്നെ ഒരു വെല്ലുവിളിയിലേക്ക് മാറിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ഉൽപാദനം അത് കൂടിയോ കുറഞ്ഞോ അത് ഗവൺമെന്റ് വ്യക്തമായി ഗവൺമെന്റ് തന്നെ മഴ ഉണ്ട്, വെള്ളപ്പൊക്കമുണ്ട്, അതുകൊണ്ടാണെന്ന് പറയുന്ന ഒരു ഭാഗവും, വ്യത്യസ്തങ്ങളായ നീതിന്യായ കോടതികൾ നടക്കുന്ന കേസുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉൽപാദന രംഗത്ത് പ്രവർത്തിക്കുന്ന ഗെയിൻ ഉൾപ്പെടെ ടാറ്റ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇതെല്ലാം ഒരു കമ്പ്യൂട്ടറിലിരുന്ന് നോക്കി മന്ത്രിക്ക് പറഞ്ഞുകൂടെ? ഒരു പ്രശ്നമില്ലെന്നാണോ? പറയട്ടെ, യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, ജനങ്ങളോട് പറയട്ടെ. അത് പറയുന്നില്ലല്ലോ. അതിന് പകരം ഇപ്പൊ ഡൽഹി ഗവൺമെന്റ് എല്ലാ വീടുകളിലേക്കും കൺസ്യൂമേഴ്സിന് മെസ്സേജ് അയക്കുന്നു, നിങ്ങൾ കറണ്ടിന്റെ ഉപയോഗം കുറക്കണം, ചിലപ്പോൾ കറണ്ട് കെട്ട് വരാം എന്ന്. ഇത് അർത്ഥസത്യമല്ലേ? ഇത് തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. പുറത്ത് പറയുന്നതിലും ഗുജറാത്തിൽ പോലും ഒരു യൂണിറ്റ് 20 രൂപ വെച്ച് വാങ്ങിക്കുന്നു. കേരളത്തില് വ്യത്യസ്തമാണ്. കേരളത്തിൽ നമുക്ക് ജലവൈദ്യുതി ഉണ്ട്, നമുക്ക് മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടി വരില്ല. പക്ഷെ അതിന് മഴ പെയ്യുന്നില്ലെങ്കിൽ, നമ്മുടെ അണക്കെട്ടുകളിൽ വെള്ളം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കേണ്ടി വരും. ആ വാങ്ങിക്കാനുള്ള താപവൈദ്യുതി ഇല്ല എന്നുള്ളതാണ്, കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മുടെയും പ്രശ്നം. പിന്നെ എന്താ പ്രശ്നം? വൈദ്യുതി നിന്നാൽ പഴയ കാലത്തെ പോലെയല്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന കമ്പ്യൂട്ടർ പോലും മൊബൈൽ പോലും വർക്ക് ചെയ്യില്ല. നമ്മുടെ വ്യവസായ മേഖല അമ്പതകരും. കൊറോണ വന്ന് തകർക്കപ്പെട്ട വ്യവസായ മേഖല, തൊഴിലില്ലായ്മയുടെ പ്രശ്നം, ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാലഘട്ടത്തിലൂടെ കടന്നു പോവുക. അപ്പൊ കോളം കൂടി നാളെ കിട്ടാതെ വരികയും വൈദ്യുതി ലഭ്യത കുറയുകയും ചെയ്താൽ ഒരു പ്രശ്നമില്ലെന്നാണ് ഗവൺമെന്റ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രധാനമന്ത്രി. കൊറോണ ചൈനയിൽ വന്നപ്പോൾ ഇവിടെ സ്വീകരണത്തിന് നടക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിക്കാൻ. അങ്ങനെ ഒരു പ്രധാനമന്ത്രി കൈകൊട്ടിയും വിളക്ക് അകത്തിച്ചും കൊറോണയെ പോലെ രോഗങ്ങൾ അകത്താമെന്ന് വിശ്വസിക്കുന്ന പ്രധാനമന്ത്രി ആണ് ഈ രാജ്യത്ത് നയിക്കുന്നത് കൊണ്ടാണ് ഈ ഭയപ്പാടുള്ളത്. റൈറ്റ്, തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന ഒരു ബ്ലാക്ക് ഔട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? അത് കേന്ദ്ര സർക്കാർ ജനങ്ങളിൽ നിന്ന് മറയ്ക്കുകയാണോ? തിരികെ വരാം പ്രൈം ഇടവേളയ്ക്ക് ശേഷം. ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജിലി ജോസഫ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബിജിലി ജോസഫ്, പലതവണ നേരത്തെ താങ്കളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല സാങ്കേതിക കാരണങ്ങൾ കൊണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം, BJP നേതാവ് അഡ്വക്കേറ്റ് ജയസൂര്യൻ ഈ ചർച്ചയിൽ ആവർത്തിക്കുന്ന കാര്യം, കേന്ദ്രമന്ത്രി പറയുന്നത് ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് കെട്ടിച്ചമച്ച വാദമാണ് എന്നുള്ളതാണ്. അതിന് പിറകിൽ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്ന് പോലും BJP നേതാവ് ഇതിനകത്ത് പറയുന്നുണ്ട്. മറുപടി? യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ താല്പര്യം ഇക്കാര്യത്തിൽ BJPക്ക് തന്നെയാണ്. രണ്ട് കാര്യങ്ങളാണ് അതിന് ഞാൻ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെ സംസ്ഥാനത്ത് വലിയ കുഴപ്പമില്ലാത്ത തരത്തിൽ വൈദ്യുതിയുടെ വിതരണവും ഭംഗിയായി സംസ്ഥാനത്ത് നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ വൈദ്യുതി വകുപ്പിന്റെ നമ്മുടെ വൈദ്യുതി ബോർഡിനെയൊക്കെ സ്വകാര്യവൽക്കരിക്കാനുള്ള ചില നയപരിപാടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. അത് എല്ലാ മേഖലയിലും ഉണ്ട്. കൽക്കരിയുടെ മേഖലയിൽ സംഭവിച്ചതെന്താ നിങ്ങൾക്ക് അറിയാമല്ലോ. കൽക്കരിയുടെ മേഖലയിൽ സ്വകാര്യ മേഖലയ്ക്ക് കോൺഗ്രസ് തുടങ്ങി വെച്ച് തുറന്നു കൊടുത്ത സംവിധാനം BJP ഫലപ്രദമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആഭ്യന്തര കൽക്കരി ഉൽപാദനത്തിന്റെ നല്ലൊരു വിഭാഗം ഇപ്പോ നേരത്തെ പറഞ്ഞ ശാസ്ത്രീയമായ ചില കാരണങ്ങളൊക്കെ ഉണ്ട്, ഞാൻ സമ്മതിക്കുന്നു. ഒന്ന്, ഇപ്പോൾ ഉണ്ടായ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലുണ്ടായ കാലവർഷവും അതുപോലെ തന്നെ കൽക്കരി ഇറക്കുമതിയിൽ വന്ന കുറവുമൊക്കെ ഇതിന്റെ കാരണമാണ്. പക്ഷെ സ്റ്റോക്ക് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള വൈദ്യുതി ബോർഡിനെയും അതുപോലെ കമ്പനികളാക്കാനും സ്വകാര്യവൽക്കരിക്കാനും വൈദ്യുതി ഉൽപാദന മേഖലയിൽ നിന്നും അതുപോലെ തന്നെ വൈദ്യുതിയുടെ വിതരണ മേഖലയും ഒക്കെ സ്വകാര്യ സ്ഥാപനങ്ങളെ കടത്തിക്കൊണ്ടുവരാൻ വളരെ ബോധപൂർവമായി നിയമ ഭേദഗതി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ
കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വൈദ്യുതി വിതരണത്തിലുള്ള പാകപ്പിഴകൾ ജനങ്ങളെ ഈ വൈദ്യുതി ബോർഡിനെതിരാക്കാനും സർക്കാരിനെതിരാക്കാനും ഒക്കെ സാധിക്കുമെങ്കിൽ അത്തരമൊരു ശ്രമത്തിന്റെ കൂടി ഭാഗമായി ആകാം ഇപ്പൊ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ എന്ന് പറയാതിരിക്കാനൊന്നും നിർവാഹമില്ല. അല്ലാതെ കൽക്കരിയുടെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ, ഇപ്പൊ അന്താരാഷ്ട്ര വിപണിയിൽ കൽക്കരിയുടെ വില വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. 16 രൂപയ്ക്ക് ടണ്ണിന് നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന $16 ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന കൽക്കരി ഇപ്പോ അന്താരാഷ്ട്ര വിപണിയിൽ $200 വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ലോക രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ കൽക്കരി ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അപ്പോ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ താപവൈദ്യുത നിലയങ്ങളെ നമ്മുടെ ആഭ്യന്തര ഉൽപാദനത്തിന് നമ്മുടെ ആവശ്യത്തിന്റെ 70% താപവൈദ്യുത നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനം കൊണ്ടാണ് പോകുന്നത്. അപ്പൊ അവിടെയൊക്കെ ഉണ്ടാകുന്ന പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. വൈദ്യുതി കൃത്യമായി കൊടുക്കുവാനുള്ള നിയമപരമായ ഒരു ബാധ്യതയുണ്ട് നമ്മളുമായിട്ടുണ്ടാക്കിയ കരാറുകളുടെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ കേരളത്തിന്റെ കണക്കെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമുക്കിപ്പോ നോർമലായി 3650 മെഗാവാട്ട് വൈദ്യുതിയാണ് പീക്ക് അവറിൽ നമുക്ക് ആവശ്യമായി വരുന്നത്. 3750 മെഗാവാട്ടാണ്. കാലവർഷം തുടങ്ങിയാൽ ഈ വൈദ്യുതിയുടെ ഉപയോഗത്തിന്റെ അളവ് കുറയും. നോർമലായി 3650 മെഗാവാട്ടാണ് നമുക്ക് വൈദ്യുതിയുടെ ഉപഭോഗത്തിൽ ആവശ്യമായി വരുന്നത്. ഇതില് നമ്മുടെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപാദനം എന്ന് പറയുന്നത് ഹൈഡ്രൽ പ്രോജക്റ്റുകളിൽ നിന്നും നമ്മൾ 1600 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വിൻഡ് മില്ലുകളെ കേന്ദ്രീകരിച്ച് 50 മെഗാവാട്ട്, അങ്ങനെ 1650 മെഗാവാട്ട് വൈദ്യുതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ വരുന്ന 3650 അല്ലെങ്കിൽ 3750 മെഗാവാട്ട് വൈദ്യുതി വേണ്ടതിൽ ഈ 1650 മെഗാവാട്ട് പ്രതിദിനം നമ്മൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞുള്ള വൈദ്യുതിക്ക് നമ്മൾ കേന്ദ്രത്തെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോ ജയസൂര്യൻ പറഞ്ഞു, ഊർജ മന്ത്രി RK സിംഗ് പറഞ്ഞതുപോലെ കൽക്കരി ക്ഷാമം ഇല്ല എന്ന്. അങ്ങനെ വിശ്വസിക്കാനും അങ്ങനെ തന്നെ ആഗ്രഹിക്കാനുമാണ് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത്. കാരണം പക്ഷെ ജയസൂര്യൻ ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ 8 താപവൈദ്യുതി നിലയങ്ങൾ വൈദ്യുതിയുടെ കൽക്കരിയുടെ ക്ഷാമം കൊണ്ട് പൂട്ടിക്കഴിഞ്ഞു. പഞ്ചാബിലെ 2 പൂട്ടി. ഇപ്പൊ നമുക്കറിയാം, കേരളത്തില് നമുക്ക് ആകെയുള്ള ഒരു പ്രധാനപ്പെട്ട താപവൈദ്യുതി നിലയം ഞങ്ങളുടെയൊക്കെ ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്ടുണ്ട്, കായംകുളം താപവൈദ്യുതി നിലയം. അവിടെ ഉൽപാദനം നടക്കുന്നില്ല. അപ്പൊ അങ്ങനെ പല ഘട്ടങ്ങളായി നമ്മൾ വലിയ വില കൊടുത്തിട്ടാണ് ഈ സംസ്ഥാനം വൈദ്യുതി വാങ്ങുന്നത്. അങ്ങനെ വാങ്ങുന്ന വൈദ്യുതി ഗാർഹിക ഉപഭോക്താക്കൾക്ക് നമ്മൾ യൂണിറ്റിന് ₹1 സംതിങ് ാണ് കൊടുക്കുന്നത്. നമ്മൾ വാങ്ങിക്കുന്നത് ഏതാണ്ട് ₹8.50 ക്രമത്തിലാണ്. അങ്ങനെ ₹8.50 ക്രമത്തിൽ വാങ്ങുന്നത്. നമ്മുടെ ഏറ്റവും കൂടിയ 7A താരിഫ് എന്ന് പറയുന്ന താരിഫ് അനുസരിച്ച് നമ്മൾ പരമാവധി ഈടാക്കുന്നത് വ്യാവസായിക കണക്ഷനുകൾക്ക് 7000 7 കൊടുക്കുന്നത്. ₹7.10 20 കൊടുക്കുന്നത്. അല്ല, ശ്രീ അഡ്വക്കേറ്റ് ബിജിലു ജോസഫ്, ഇടപെട്ട ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. ഇപ്പൊ കൽക്കരി വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗമെല്ലാം ചേർന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം. ഈ സംഭരണ ചട്ടങ്ങളെല്ലാം ലളിതമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് ഈ സംഭരണ ചട്ടങ്ങൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വേൾഡ് സിനോറിയയിൽ തന്നെ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു വരുന്നത് ചൈനയുടെ വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അത് പരമാവധി പരിഹരിക്കാനുള്ള നടപടികളെല്ലാം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നാണല്ലോ BJPയുടെ അവകാശവാദം. സ്വാഭാവികമായും ഈ ചട്ടങ്ങൾ പരിഷ്കരിക്കാനുള്ള നടപടികളിലേക്ക് പോലും കടന്നിരിക്കുകയാണല്ലോ കേന്ദ്രം. അല്ല, ഉണ്ടാകണം. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ തന്നെ അതിജീവിച്ച്, നമുക്കറിയാമല്ലോ കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിട്ട് എത്ര നാളായി? പവർ കട്ടില്ല. ഇപ്പോ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് പറഞ്ഞതെന്താ? നമ്മളൊരു ആശങ്കയുടെ കാര്യമില്ല. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതെന്താ? വൈദ്യുതിയുടെ ഉപയോഗത്തിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും ഈ ഘട്ടം വന്നാൽ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ കണക്കാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് അതിന്റെ 3/4 ഭാഗം വൈദ്യുതി മാത്രമാണ്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മതിയാകാതെ വന്നാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമുക്ക് ദൈനംദിനം പ്രശ്നങ്ങൾ നേരിടാനായിട്ട് വൈദ്യുതി അത്യാവശ്യമുണ്ട്. അതുപോലെ തന്നെ വ്യാവസായിക മേഖലയിൽ ഉൽപാദനം നിലച്ചു പോകാതിരിക്കാനുള്ള ആവശ്യമുണ്ട്. ഗാർഹിക ഉപയോഗം ആവശ്യത്തിന് വൈദ്യുതി നമ്മൾ എല്ലാ സംസ്ഥാനത്തെ പരമാവധി വീടുകളിൽ വൈദ്യുതി എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക. നമ്മൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത വീടുകളില്ലാത്ത ഒരു സംസ്ഥാനമായി മാറാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. ഏതാണ്ട് 100% നമ്മൾ അടുക്കുകയാണ് വൈദ്യുതിയുടെ കണക്ഷൻ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ഇപ്പൊ സോളാർ വൈദ്യുതി പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് പരമാവധി വീടുകൾക്ക് മുകളിൽ പോലും പരമാവധി സൗരോർജ്ജം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള തീവ്രമായ
നടപടികൾ നമ്മുടെ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്താൽ പോലും കേന്ദ്രത്തിൽ നിന്ന് നിയമാനുസൃതം ലഭിക്കേണ്ട വൈദ്യുതി കേന്ദ്ര സർക്കാർ എന്തോ ഒളിക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ശ്രീ ബിജിലി ജോസഫ്, നേരത്തെ കെ വി തോമസ് അതാണ് പറഞ്ഞു നിർത്തിയത്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിനകത്ത് എന്തോ ഒളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പ്രതിസന്ധി ഉണ്ടായിട്ടും ഇല്ല എന്ന് ആവർത്തിക്കുന്നത് എന്നുകൂടി പറയുന്നു. താങ്കളുടെ മറുപടിക്ക് ശേഷം വേണം ജയസൂര്യയിലേക്ക് പോകാൻ. കെ വി തോമസ് സാറിനോടാണോ? ഞാൻ താങ്കളോടാണ് ചോദിച്ചത്. അദ്ദേഹം ആരോപിച്ചത് അങ്ങനെയാണ്, കേന്ദ്ര സർക്കാർ എന്തോ മറയ്ക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വലിയ പ്രതിസന്ധിയെ പോലും ഇല്ല എന്ന് കേന്ദ്രമന്ത്രി ആവർത്തിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറയുന്നത് പ്രതിസന്ധി ഇല്ല എങ്കിൽ പിന്നെ വൈദ്യുതി വിതരണത്തിൽ തടസ്സമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞതാണ് പ്രശ്നം. കൽക്കരി മേഖലയിലടക്കം സ്വകാര്യവൽക്കരണം നടപ്പാക്കിയത് ബഹുമാനപ്പെട്ട തോമസ് സാറിന്റെ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോഴാണ് കേന്ദ്രത്തിൽ. ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വൈദ്യുതി നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് വൈദ്യുതി ഉൽപാദന രംഗത്തേക്കാൾ കൂടുതൽ വൈദ്യുതിയുടെ വിതരണത്തിൽ ഇടനിലക്കാരായി സ്വകാര്യ ഏജൻസികളെ ഏർപ്പെടുത്തി കൊടുക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ എടുക്കുകയാണ്. അതിന്റെ ഭാഗമായി വൈദ്യുതി നിയമത്തിൽ തന്നെ ഭേദഗതി വരുത്തിയിരിക്കുന്നു. നമ്മൾ സ്വകാര്യ കമ്പനികളിലേക്ക് വിതരണം ഏർപ്പെടുത്തി കൊടുക്കണമെന്ന് പറയുന്നു. ഡൽഹിയിലൊക്കെ അങ്ങനെയാണ് അഡ്വക്കേറ്റ് ജയസൂര്യൻ മറുപടി. വൈദ്യുതി വിതരണത്തിൽ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്ന് വൈദ്യുതി വിതരണത്തിൽ സ്വകാര്യ ഏജൻസികളെ ഏർപ്പെടുത്തി ഇടനിലക്കാരാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദുരുദ്ദേശപരമായിട്ടുള്ള നീക്കമാണ് ഇതിന് പിറകിൽ. പ്രതിസന്ധി ഉണ്ട് എന്നുള്ള വിഷയം മറച്ചു വെക്കുന്നത് പോലും അതുകൊണ്ടാണ് എന്നാണ് ആരോപണം. മറുപടി. പ്രതിസന്ധിയുണ്ട് എന്നുള്ള വിഷയം മറച്ചു വെക്കുന്നു എന്ന് പറയാൻ കാരണം ആർ.പി. സിംഗ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു പ്രശ്നവും ഇല്ല. എവിടെയെങ്കിലും ആരെങ്കിലും പ്രശ്നം പറയുന്നുണ്ടെങ്കിൽ അതായത് കേന്ദ്രത്തിന് അറിയാൻ പ്രശ്നമൊന്നുമില്ല, ഇനി പ്രശ്നം ഉണ്ടെന്ന് ഇപ്പൊ കേജ്രിവാള് എന്താ പറയുന്നത്, ഡൽഹി മുഖ്യമന്ത്രി, ഇപ്പോ ബ്ലാക്ക് ഔട്ട് വരും. ബ്ലാക്ക് ഔട്ട് വന്നിട്ടില്ല, ഇന്ന് വരും, ഇല്ല നാളെ വരും, അല്ലെ മറ്റന്നാൾ വരും. ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്. എന്തിനാണ് ജനങ്ങളെ ഭയപ്പെടുത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി ചോദിച്ചു. ഡൽഹിയിലെ ബ്ലാക്ക് ഔട്ടിന്റെ യാതൊരു ആവശ്യവുമില്ല, ആവശ്യത്തിനുള്ള വൈദ്യുതി സപ്ലൈ ചെയ്യും, പിന്നെ എന്തിനാണ് വെറുതെ ഈ മനുഷ്യനെ ഭയപ്പെടുത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി ചോദിച്ചു. അപ്പോഴും ഇത് ആവർത്തിക്കുകയാണ്, നാളെ വരും, നാളെ അപകടം വരും എന്ന് ഇന്ന് വെറുതെ പറയുകയാണ്. അപ്പോൾ ശ്രീ ജയസൂര്യൻ, ഈ 8 വൈദ്യുതി നിലയങ്ങൾ നിലച്ചിരിപ്പോയത് യു പിയിൽ തന്നെയാണ്. അത് യു പി ഭരിക്കുന്ന ബി.ജെ.പിയും അതിനകത്ത് എന്ത് രാഷ്ട്രീയമാണ് കാണുന്നത്? അതില് രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിൽ അവർ രാഷ്ട്രീയം പറയുമായിരുന്നല്ലോ. അവർക്ക് പരാതിയില്ലല്ലോ, അവരൊരു പരാതിയും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അവിടെ കേന്ദ്രം പറഞ്ഞ കാര്യത്തെ ഇപ്പൊ ബിജലി പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം, ഭംഗിയായിട്ട് വരട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസം അവർക്കുണ്ട്. കേന്ദ്രം പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായി, അത്രേ ഉള്ളൂ. ശ്രീ ബിജലി ജോസഫ് പറഞ്ഞത് തന്നെ ഞാൻ കടമെടുക്കുകയാണ്. 16 രൂപ ഡോളറിന് വിലയുണ്ടായിരുന്നു, 200 രൂപ ആയി. അപ്പോൾ സ്വാഭാവികമായിട്ടും വില വർദ്ധിക്കുമല്ലോ. 70% താപവൈദ്യുതിയാണ് നമ്മൾ ഇന്ത്യ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുകയും കരുതലുണ്ട് എന്ന് ആവർത്തിച്ച് കേന്ദ്രം പറയുകയും ചെയ്യുമ്പോൾ അങ്ങനെ പറയുന്നതിലെന്തോ ഒളിച്ചു വെക്കുകയാണ് എന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയം മാത്രമാണ്. കെ വി തോമസ് സാർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, കൈ കൊട്ടുന്നതിനെ കുറിച്ചും പാത്രം കൊട്ടുന്നതിനെ കുറിച്ചും അദ്ദേഹം ആക്ഷേപിച്ചു. ഞാൻ ഒരു കാര്യം പറയാം, ആക്ഷേപിച്ചത് കേരളത്തിലാണ്. ഇപ്പോഴും ഇവിടുന്ന് കൊറോണ പോയിട്ടില്ല. ഈ കൈ കൊട്ടിയെടുത്തും പാത്രം കൊട്ടിയതിനെയൊക്കെ സ്വീകരിച്ചെടുത്ത് കൊറോണ ഇല്ല. അപ്പോൾ ആക്ഷേപം എന്ന് പറയുന്നത് മലയാളിയുടെയും കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവമാക്കി വളർത്തുന്നതിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, ഇടത് വലത് മുന്നണികൾ വളരെ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ കൊറോണയെ തീർക്കുന്നതിൽ അമ്പെ പരാജയപ്പെടുകയും ചെയ്തു. ഇപ്പൊ കേരളത്തിൽ എനിക്ക് പക്ഷേ ഈ പറഞ്ഞു വരുന്നതിന്റെ പ്രധാന ആ ഒരു കണ്ടന്റിലേക്ക് കിട്ടുന്നില്ല. ഈ ബ്ലാക്ക് ഔട്ട് മുന്നറിയിപ്പുകൾ ഡൽഹി അടക്കം കൊടുത്തിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്, അവിടെ അങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ല, ഒരു ബ്ലാക്ക് ഔട്ട് വരാനുള്ള സാധ്യതയില്ല എന്നാണോ താങ്കൾ പറഞ്ഞു വെക്കുന്നത്? അതാണോ ഈ കാതലായി പറഞ്ഞു വരുന്ന കാര്യം? അല്ല, അത് പറഞ്ഞു വരുന്നതെന്നല്ല, തുറന്നു പറയുകയാണ്. ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കുന്നത് പച്ചയായ രാഷ്ട്രീയം തന്നെയാണ്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല, ഒരു ബ്ലാക്ക് ഔട്ടിന് 8 തൊട്ട് 14 മണിക്കൂർ വരെ പവർ കട്ട് പല മേഖലകളിലും അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നില്ല. യു പിയിലും രാജസ്ഥാനിലും പഞ്ചാബിലും ആ രീതിയിലുള്ള അൺഷെഡ്യൂൾഡ് പവർ കട്ടുകൾ ഉണ്ടാകുന്നില്ല എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ബ്ലാക്ക് ഔട്ട് വരും, നാളെ പരിപൂർണമായിട്ടും അടച്ചിടും, അന്ധകാരമാകും എന്ന് കേന്ദ്രം പറയുന്നില്ല. കേന്ദ്രം അത് നിഷേധിക്കുകയും ചെയ്യുന്നു. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ പവർ കട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, ശ്രീ ബിജലി പറഞ്ഞപ്പോൾ 3650 മെഗാവാട്ട് ആവശ്യമുള്ള കേരളത്തിൽ
2000 മെഗാവാട്ടും കേന്ദ്രം തരുന്നതാണ്. അപ്പോ കേരളത്തിൽ പവർ കട്ടില്ല എന്നുള്ളതിന്റെ ക്രെഡിറ്റ് ആർക്കാ? കേവലം 1650 മെഗാവാട്ട് മാത്രം ഉത്പാദിപ്പിക്കുന്ന കേരള ഗവൺമെന്റിന്റെ കഴിവ് കൊണ്ടാണോ 3650 മെഗാവാട്ട് ഉപയോഗിക്കുന്ന കേരളത്തിൽ പവർ കട്ടില്ലാത്തത്? അപ്പോൾ ഇത് രണ്ടും കൂടി പറയുമ്പോഴാണ് അല്ല ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ, പ്രതിസന്ധി ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മണിക്കൂറുകൾ നീളുന്ന പവർ കട്ട്? അത് ഒരു സംസ്ഥാനത്ത് മാത്രമല്ലല്ലോ, നിരനിരയായിട്ട്. ഞാൻ തമിഴ്നാട് കോർപ്പറേഷന്റെ കണക്ക് വരെ എടുത്തു പറയുന്നു, ആന്ധ്രയിൽ പറയുന്നു, എല്ലാ സംസ്ഥാനങ്ങളിലും മണിക്കൂറുകൾ നീളുന്ന പവർ കട്ട് എന്തുകൊണ്ടാണ്? പറയാം വളരെ വ്യക്തമായിട്ട്. അതായത് കോവിഡിന്റെ ഈ കാലഘട്ടത്തിന് ശേഷം വളരെ പെട്ടെന്ന് നമ്മുടെ ഉൽപാദന മേഖല പുനരാരംഭിച്ചു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഉത്സവ സീസൺ ആരംഭിക്കുകയാണ്. ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒക്കെ തന്നെ പവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സമയമാണ്. മൂന്നാമത്തെ കാര്യം, കിഴക്കൻ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും ഉണ്ടായ വൻപിച്ച മഴയെ തുടർന്ന് കൽക്കരിയുടെ സംഭരണത്തിലും വിതരണത്തിലും ഉണ്ടായ കാലതാമസം. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുണ്ടാവുന്നത്. ഇത് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കേന്ദ്രം മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ അതായത് കൽക്കരി ക്ഷാമം ഉണ്ട് എന്ന് കേന്ദ്രം മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊരു പ്രതിസന്ധിയാണ് എന്ന് കേന്ദ്രം അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നാണോ പറഞ്ഞു വരുന്നത്? നേരത്തെ പറഞ്ഞത് അല്ല. ഞാൻ പറയാത്തത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കണ്ട. അങ്ങനെയല്ല പറഞ്ഞത്. കൽക്കരിയുടെ വിതരണത്തിൽ, കൽക്കരിയുടെ സംഭരണത്തിൽ മഴയുടെ വെള്ളപ്പൊക്കത്തിന്റെ സ്വാധീനമുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ഉൽപാദനം വൻതോതിൽ വർദ്ധിച്ചപ്പോൾ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇത് രണ്ടും കൽക്കരി ഇല്ലായ്മ എന്നുള്ളൊരു ഭീതിയിലേക്ക് മാറ്റേണ്ട കാര്യമില്ല. കൽക്കരി ഉണ്ട്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായി നടത്താനുള്ള സംവിധാനവുമുണ്ട്. പതിവായി നടത്തേണ്ട എല്ലാ സംവിധാനങ്ങൾക്കും പുറമെ അടിയന്തര ഘട്ടങ്ങളിൽ ആവശ്യമായിട്ടുള്ള 4 ദിവസത്തെ കൽക്കരി സംഭരിച്ചിട്ടുമുണ്ട്. അഡീഷണൽ ഉണ്ട്. ഇതാണ് കേന്ദ്രം പറഞ്ഞത്. അതല്ലാതെ കൽക്കരി ഇല്ല എന്ന് പറയുകയല്ല, പരോക്ഷമായി പറയുകയല്ല, വരികൾക്കിടയിലൂടെ പറയുകയല്ല. അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട കാര്യവും. ഞാൻ തിരികെ വരാം. ശ്രീ ബി പ്രദീപ്, അത് എനിക്ക് വ്യക്തമാകുന്നില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും, ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും നീണ്ട പവർ കട്ടുകളിലേക്ക് പോവുകയും ആ മുന്നറിയിപ്പുകൾ വരികയും അൺഷെഡ്യൂൾഡ് പവർ കട്ടുകളെല്ലാം തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിൽ വരികയും ചെയ്യുമ്പോൾ പോലും അഡ്വക്കേറ്റ് ജയസൂര്യൻ അങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നത്, ന്യായീകരിക്കുന്നത് മറ്റു ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അത് കൊറോണയ്ക്ക് ശേഷം ഉണ്ടായ ഉൽപാദനത്തിലെ വർധനവ്, ഉത്സവ സീസൺ വരുന്നു. ഈ 2 കാരണങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് കൽക്കരി ക്ഷാമമില്ല എന്ന് എങ്ങനെയാണ് വാദിക്കാൻ കഴിയുക? ഒരു ചർച്ചയില് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യുക അത്ര നല്ലൊരു കാര്യമല്ല. എന്നാൽ പോലും നിർബന്ധിക്കപ്പെട്ടാൽ നിവൃത്തിയില്ല. ആദ്യം തന്നെ കേരളത്തിലെ എല്ലാം വളരെ സുഖകരമാണ് എന്നൊരു പ്രതീക്ഷ നമ്മൾ ചർച്ചയ്ക്ക് ശേഷം പോകാൻ പാടില്ല. എല്ലാവരും തന്നെ വൈകുന്നേരത്തെ വൈദ്യുതി ഉപയോഗം കഴിയുന്നത്ര നിയന്ത്രിച്ച്, തങ്ങളുടെ ഉപയോഗം കഴിയുന്നത്ര നിയന്ത്രിച്ച് KSEB ആയിട്ട് സഹകരിക്കേണ്ടതുണ്ട്. ഈ പ്രതിസന്ധി മറികടക്കുന്ന കാലം വരെ അതിന് സഹകരിക്കേണ്ടതുണ്ട്. ഞാൻ ശ്രീ RK സിംഗ് പറഞ്ഞത് തന്നെ, എന്തിനാണ് ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യ ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ശ്രീ RK സിംഗിന്റെ പ്രസ്താവന നമ്മുടെ മുമ്പിലുണ്ട്. ഒട്ടേറെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ 8-ാം തീയതി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്ത RK സിംഗിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ വായിക്കാം. I can't say I am secure. With less than 3 days of talk, you can't be secure, Singh said. വീണ്ടും പറയുകയാണ്. Power Minister RK Singh told the Indian Express newspaper this week that he was bracing for a trying 5 to 6 months. വരുന്ന 5-6 മാസം അങ്ങേയറ്റം പ്രയാസകരമായിരിക്കും എന്നാണ് കേന്ദ്ര വൈദ്യുതി മന്ത്രി RK സിംഗ് പറയുന്നത്. പരസ്യമായി അദ്ദേഹം പറയുകയാണ്. പിന്നെ എന്തിനാണ് അദ്ദേഹം നമ്മളെ മലയാളികളാലും ആരും ഈ പത്രമൊന്നും വായിക്കാത്തവരാണ് എന്ന ധാരണയിലാണോ ഇങ്ങനത്തെ ചർച്ചയിൽ വന്നിരുന്ന് പറയേണ്ടത്? ചൈനയിലെ പ്രതിസന്ധി അല്ല, ആഗോളതലത്തിൽ ഊർജ്ജ മേഖലയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള പ്രതിസന്ധി ഇന്ത്യയെ ബാധിക്കാതിരിക്കാൻ ഇന്ത്യ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എക്കണോമിയാണ്. ഈ ആഗോള സമ്പദ്ഘടനയ്ക്കകത്ത് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി എൻ്റെ എക്കണോമിക് ആക്ടിവിറ്റി ഇന്റഗ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു രാജ്യം, ഒരു ലോകക്രമത്തിനകത്ത് ലോകത്തെ ഊർജ്ജരംഗത്ത് ഉരുണ്ടുകൂടി കഴിഞ്ഞിട്ടുള്ള ഒരു പ്രതിസന്ധി രാജ്യത്തെ ബാധിക്കില്ല എന്ന് പറയാനും മാത്രം അജ്ഞത ഇക്കാര്യത്തെക്കുറിച്ച് നമുക്കൊക്കെ ഉണ്ടാവാൻ പാടുള്ളൂ. ഇന്ത്യ ഏതാണ്ട് ആകെ നമ്മൾ ഉപയോഗിക്കുന്ന കൽക്കരിയിൽ ഏതാണ്ട് 10 മുതൽ 15% നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ്. ആ ഇറക്കുമതി കഴിഞ്ഞ 2 മാസമായി കുറഞ്ഞിരിക്കുകയാണ്. കുറയാൻ കാരണം അതിന്റെ ആഗോള കൽക്കരി വിലയിൽ ഉണ്ടായിട്ടുള്ള വർധനവ്. ആ വർധനവ് കാരണം ഇന്ത്യയിലെ വൈദ്യുതോൽപാദകർ, അതുപോലെ കൽക്കരി ഉപയോഗിക്കുന്ന സ്റ്റീൽ മാനുഫാക്ചേഴ്സ് അടക്കമുള്ള ആളുകൾ കൽക്കരി ഇറക്കുമതി
കുറച്ചുകൊണ്ടുവന്നിരിക്കുന്നു. അത് കണക്കുകൾ വളരെ വ്യക്തമാണ്. അങ്ങനെ കൽക്കരി ഇറക്കുമതി കുറഞ്ഞതും ആഭ്യന്തരമായി ഉത്പാദിപ്പിക്കുന്ന കൽക്കരി കൂടുതലായി ഉപയോഗിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കൽക്കരിയുടെ വിലയിൽ മാത്രമല്ല, പ്രകൃതിവാതകത്തിന്റെ വില ഏറ്റവും ഉയർന്നിരിക്കുന്നു. ഇവിടെ ഗെയിലും മറ്റേ ടാറ്റയുമായിട്ട് നടന്ന ഏതോ ഒരു പത്രവാഴനെ തുടർന്നാണ് ഈ അനാവശ്യ വിവാദം ഉണ്ടായെന്ന് പറഞ്ഞു. ഒരു പ്രസക്തിയുമില്ല അതിനകത്ത്. കാരണം ഗെയില് ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന വൈദ്യുത നിലയങ്ങൾ ഇന്ത്യയിലെ ആകെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിന്റെ കേവലം 5% താഴെ മാത്രമാണ്. പക്ഷെ പ്രകൃതിവാതകം ഗെയില് വിതരണം ചെയ്യുന്നത്, ആ പ്രകൃതിവാതകം പോലും ഇന്ന് ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന സ്ഥിതിയില്ല. പ്രകൃതിവാതകത്തിന്റെ വില ഏതാണ്ട് 10 ഇരട്ടിയായി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ വർദ്ധിച്ചിരിക്കുന്നു. വരുന്ന തണുപ്പ് കാലത്ത്, വിന്റർ കാലത്ത് ലോകത്ത് ഇതിന്റെ വില, ക്രൂഡ് ഓയിലിന്റെയും പ്രകൃതിവാതകത്തിന്റെയും കൽക്കരിയുടെയും ഒക്കെ വില സാധാരണ നിലയ്ക്ക് തന്നെ ഉയരാൻ കാണാറുള്ളതാണ്. ആ ഒരു പ്രവണത വരുന്ന നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ വന്നാൽ ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും എന്നാണ് ലോകരാജ്യങ്ങളാകെ ഭയപ്പെടുന്നത്. യൂറോപ്പ് ചൈനയെ മാത്രം നമ്മൾ പറയുന്നതിനകത്ത് യാതൊരു കാര്യമില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. റഷ്യയിൽ നിന്ന് ലഭിക്കേണ്ട പ്രകൃതിവാതകം അവർക്ക് മുൻപ് ലഭിച്ചിരുന്നതിനേക്കാൾ വളരെ കൂടുതൽ ലഭിച്ചാൽ മാത്രമേ തങ്ങളുടെ ഈ കോവിഡിന് ശേഷം വന്ന റിവൈവ് ചെയ്ത എക്കണോമിക്ക് ആവശ്യമായ വൈദ്യുതി നൽകാൻ കഴിയൂ എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ പറയുന്നത്. അവർ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഈ ലോകത്താകെയുള്ള പ്രതിസന്ധി നമ്മളെയും ബാധിക്കും, അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷെ അതിനോടൊപ്പം വന്നിട്ടുള്ളതാണ് നമ്മുടെ ആസൂത്രണത്തിന്റെ പിടിപ്പുകേട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. മഴ പെയ്തപ്പോൾ കൽക്കരി നിലയങ്ങളിൽ വെള്ളം കയറുകൊണ്ടാണ് ഈ പ്രതിസന്ധി എന്ന് ഇവിടെ ചർച്ചകൾ നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് മഴ പെയ്യുന്നത്. എല്ലാ വർഷവും ഈ വർഷം ഈ സമയത്ത് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ കൽക്കരി ഖനികളിൽ വെള്ളം കയറുകയും അല്പം ഉത്പാദനത്തെയൊക്കെ ബാധിക്കാറുമുണ്ട്. പക്ഷെ അതൊക്കെ മുൻകൂട്ടി കണ്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആസൂത്രണം എന്ന് പറയുന്നത്. അത് എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഈ വർഷം അതൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ കോവിഡിന് ശേഷം വൈദ്യുതി ഉപയോഗത്തിൽ വർധനവ് വരും എന്ന് കണക്കാക്കിയിട്ടില്ല. നമ്മൾ ഉറക്കത്തിലായിരുന്നു, നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഉറക്കത്തിലായിരുന്നു. ഈ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന ബോധം അവർക്കില്ലായിരുന്നു. തലയ്ക്ക് വന്ന് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഉണർന്നിട്ട് ഞാൻ ആകെപ്പാടെ പ്രശ്നത്തിലായി എന്ന് ആർ കെ സിംഗ് പറയുന്നത്. 5-6 മാസം കൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം ജനങ്ങളുടെ അടുത്ത് പറയുന്നത്. അത് ആണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വസ്തുത എന്നിരിക്കെ ഇങ്ങനെ ഒന്നും ഇല്ല എന്ന് വന്ന് പറയാൻ, ഇങ്ങനൊരു ചർച്ചയിൽ വന്ന് പറയാൻ എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിക്ക് കഴിയുക? ഞാൻ തിരികെ വരാം. ഞാൻ അഡ്വക്കേറ്റ് ജയസൂര്യന്റെ മറുപടി എനിക്ക് വേണം. അതിന് മുന്നേ ഞാൻ ശ്രീ ബിജിലി ജോസഫ്, കൊറോണ കാരണം പ്രൊഡക്ഷൻ കൂടി എന്ന് സംസ്ഥാന വൈദ്യുതി വകുപ്പ് പറഞ്ഞിട്ടില്ല. ഉത്സവ സീസൺ വരികയാണ്, അതുകൊണ്ട് വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായും കൂടുതൽ ആശ്രയിക്കുന്നത് താപവൈദ്യുതി നിലയത്തെയല്ല. അപ്പോൾ കേന്ദ്രം പറയുന്ന മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പവർ കട്ടിനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലേക്കുള്ള സാധ്യത എന്ന് കേരളം പറയാനേ പാടില്ല എന്നുകൂടിയാണല്ലോ BJP നേതാവ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയല്ല, അങ്ങനെയല്ല. കാരണം നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രി ഇന്ന് പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് കേരളം വൈദ്യുതി ഉപയോഗത്തിൽ ചില നിയന്ത്രണങ്ങൾ ഇന്നത്തെ രീതിയിൽ പ്രതിസന്ധി ഉണ്ടായാൽ വേണ്ടിവരും. അതിന്റെ അർത്ഥം നമ്മൾ ഇരുട്ടിലേക്ക് പോകുമെന്നോ അല്ലെങ്കിൽ ഇരുട്ടിലേക്ക് പോകാൻ പോകുന്നുവെന്നോ അല്ല. വൈദ്യുതിയുടെ ഉപയോഗത്തിൽ ചില നിയന്ത്രണങ്ങൾ നമുക്ക് വേണ്ടി വരുമെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്തുകൊണ്ടാണ്? നമ്മൾ വൈദ്യുതി സ്റ്റോർ ചെയ്ത് വെക്കേണ്ട സാഹചര്യം നമുക്കുള്ളതിന്റെ പരമാവധി നമ്മൾ സംഭരണ ശേഷിക്ക് പരമാവധി നമ്മൾ സംഭരിക്കുന്നുണ്ട്. നമ്മൾ അധിക ഉത്പാദനം നമ്മുടെ ഇപ്പോൾ ഹൈഡൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹൈഡൽ പ്രോജക്റ്റുകളാണ് നമ്മൾ പ്രധാനമായിട്ടും 50 മെഗാവാട്ട് വൈദ്യുതി മാത്രമാണ് പ്രതിദിനം നമ്മൾ വിൻഡ് മില്ലിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നത്. ബാക്കി നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി കേന്ദ്ര പൂളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതാണ്. അപ്പൊ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ നമ്മൾ സംസ്ഥാനത്ത് ആഭ്യന്തരമായി ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി കൊണ്ട് മാത്രം ആ പ്രതിസന്ധിയെ മറികടക്കാൻ നമുക്ക് സാധിക്കാതെ വന്നാൽ കേരളം പൂർണ്ണമായ ഇരുട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുവാനാണ് ഇലക്ട്രിസിറ്റി ബോർഡ്, കേരള KSEBയും അതുപോലെ തന്നെ അതിനെ നയിക്കുന്ന ബഹുമാന്യനായ മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവർ നമുക്ക് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി അദ്ദേഹം ചില മുന്നറിയിപ്പ് നൽകി. അത് സംസ്ഥാനത്തെ ഇരുട്ടിലേക്ക് പോകാതിരിക്കാനാണ്. താങ്കൾക്ക് വരുന്നതിന് മുന്നേ ആ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ. അഡ്വക്കേറ്റ് ജയസൂര്യൻ, കേരളവും പ്രതിസന്ധി ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു, കേരളവും പവർ കട്ടിലേക്ക് പോകേണ്ടി വരും എന്ന് സംസ്ഥാനം പറയുന്നതിന്റെ സാങ്കത്യം എന്താണെന്ന് കൂടിയാണ് വിശദമാക്കുന്നത് BJP. ഞാൻ അത് പറയാം. അതിനു മുമ്പ് ഈ ബി പ്രദീപ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേന്ദ്രമന്ത്രി 8-ാം തീയതി പറഞ്ഞു എന്നാണ്. നമ്മൾ ഈ ചർച്ച നടത്തുന്നത് 10-ാം തീയതിയാണ്. കേന്ദ്രമന്ത്രി 10-ാം തീയതി പറഞ്ഞ കാര്യം ഇന്ന് 3:15 പറഞ്ഞ കാര്യം അദ്ദേഹം ഒളിച്ചു വെച്ചിട്ട് 2 ദിവസം മുമ്പുള്ള കാര്യം പറഞ്ഞത്
പി പ്രദീപിലെ പക്ക രാഷ്ട്രീയക്കാരനെ പുറത്തു കൊണ്ടുവന്നിരിക്കുക. എന്തിനാണ് താങ്കൾ ഈ 8-ാം തീയതിയിലെ പറയുമ്പോൾ ഇന്നത്തെ കാര്യം മറച്ചു വെക്കുന്നത്? ഇന്നത്തേത് മറച്ചു വെച്ചത് താങ്കൾ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇന്ന് അതേ കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു. അതേ കേന്ദ്രമന്ത്രി കൃത്യമായി പറഞ്ഞ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. യാതൊരു പ്രതിസന്ധിയുടെയും പ്രശ്നമില്ല, ആരും ആശങ്കപ്പെടേണ്ടതില്ല, ഒരിടത്തും യാതൊരു വിധത്തിലുള്ള പവർ കട്ട് ഉണ്ടാകേണ്ട ആവശ്യമില്ല. അതിനാവശ്യമായിട്ടുള്ള ഊർജം രാജ്യം ഉത്പാദിപ്പിക്കുന്നുണ്ട്, സംസ്ഥാനങ്ങളിലേക്ക് അത് കൊടുക്കാൻ സംവിധാനമുണ്ട്, അത് തയ്യാറാണ്. കേരളത്തിന്റെ വിശദീകരണം കേരളം വ്യക്തമാക്കുന്നത് സമയപരിമിതി കൊണ്ടാണ് ശ്രീ ജയസൂര്യൻ. കേരളത്തിൽ പ്രതിസന്ധി ഉണ്ട്, അല്ലെങ്കിൽ കേരളവും പ്രതിസന്ധി ബാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും രാഷ്ട്രീയം മാത്രമാണെന്ന് BJP ആരോപിക്കുന്നു. 2000 അതായത് 3650 മെഗാവാട്ട് ആവശ്യമുള്ള കേരളത്തിൽ 2000 മെഗാവാട്ടും കേരളമല്ല കേന്ദ്രമാണ് കൊടുക്കുന്നത്. 1650 കേരളം ഉണ്ടാക്കുന്നു. കേരളത്തിന്റെ ഡാമുകളിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അപ്പോൾ ഇവിടെ 1600 മെഗാവാട്ട് ഉണ്ടാക്കാനുള്ള വെള്ളം നിലവിലുള്ളപ്പോൾ കേന്ദ്രത്തിന്റെ 2000 കിട്ടുമെന്ന് ഉറപ്പുള്ളപ്പോൾ ഇവിടെ പ്രതിസന്ധി ഉണ്ടെന്ന് പറയണമെങ്കിൽ അത് പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന പറച്ചിൽ. ബിജിലി ജോസഫ് മറുപടി. ആ പോയിന്റ് വ്യക്തമാണ്. ഞാൻ ആ പോയിന്റ് പറയാം. അഡ്വക്കേറ്റ് ബിജിലി ജോസഫ് മറുപടി. ഞാൻ നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുമായി സംസാരിച്ചിരുന്നു ഈ കാര്യം. ഒരു കാര്യം, അങ്ങനെ ആശങ്ക പരത്തുന്ന ഒരു സാഹചര്യത്തിലും കേരളത്തിലെ സർക്കാരോ വൈദ്യുതി മന്ത്രിയോ ഇലക്ട്രിസിറ്റി ബോർഡോ തയ്യാറാകുന്നില്ല. ഒരു കാര്യം, ഞങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇപ്പൊ കാർഷിക മേഖലയിൽ രാജ്യത്താകമാനം വൈദ്യുതിയുടെ ഉപയോഗം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കൂടാതെ വ്യാവസായിക മേഖലയിലും വൈദ്യുതിയുടെ ഉൽപാദനം ഉപഭോഗം കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ റാബി സീസൺ കഴിയുന്നതോടുകൂടി ഏതാണ്ട് 3000 മെഗാവാട്ട് വൈദ്യുതിയുടെ ഉപയോഗം കുറയും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ 3000 മെഗാവാട്ട് വൈദ്യുതി ഉപഭോഗം രാജ്യത്ത് പൊതുവെ കുറവ് വരും. കൂടാതെ തന്നെ ഇപ്പോൾ ഈ വരുന്ന ശൈത്യകാലത്ത് ഡിസംബർ മാസത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ വീണ്ടും വൈദ്യുതിയുടെ ഉപയോഗത്തിൽ കുറവ് വരാനാണ് സാധ്യത. കൂടാതെ ഇപ്പോൾ ദസറ കഴിയുന്നതോടുകൂടി നേരത്തെ ഇവിടെ ചർച്ചയിൽ പലരും സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യന്റെ കെ വി തോമസ് സാറാണെന്ന് തോന്നുന്നു, വളരെ വൈദ്യുതിയുടെ ഉപയോഗം കൂടിയിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഈ പ്രതിസന്ധി തൽക്കാലം വൈദ്യുതിയുടെ അധിക ഉപയോഗം മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഒഴിവാക്കപ്പെട്ടാൽ കേരളം പവർ കട്ടിലേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പൊ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു നിലപാടും അതാണ്. ഓക്കെ, തീർച്ചയായും അത് വ്യക്തമാണ്. അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായുള്ള കാര്യം, വലിയ ആശങ്കയ്ക്കിടയില്ല എന്നുകൂടി താങ്കൾ പറഞ്ഞു വെക്കുന്നു. അത് വ്യക്തമാണ്. അത് വ്യക്തമാണ്. ഞാൻ സമയപരിമിതി കൊണ്ടാണ് അഡ്വക്കേറ്റ് ബിജിലി ജോസഫ്, എനിക്ക് CB പ്രദീപിലേക്ക് ഒരു 1 മിനിറ്റ് സമയമുള്ളൂ. അതുകൊണ്ടാണ് ഈ കൽക്കരി ക്ഷാമ രൂക്ഷമാവുമ്പോൾ, ഈ പ്രതിസന്ധി വരുമ്പോൾ അത് ഇത് മാത്രമല്ല, സിമന്റ് വിപണി, അലുമിനിയം ഉൽപാദനം എല്ലായിടത്തും വലിയ രീതിയിലുള്ള വില വർധനവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ. പ്രതിസന്ധി ഉണ്ട് എന്ന് അംഗീകരിച്ചാലാണ് അത് പരിഹരിക്കേണ്ടത്. ആശങ്കപ്പെടേണ്ട സമയത്ത് ആശങ്കപ്പെടുക തന്നെ വേണം. അത് സമ്മതിക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം വിഷയമാണ്. എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് ഇതിന് തുടർന്ന് ഉണ്ടാകാനുള്ള സാധ്യത? ശ്രീ B പ്രദീപ്, ചുരുങ്ങിയ വാക്കുകളിൽ. അതായത് സമ്പദ്ഘടന ചലിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, അതായത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് വലിയ തോതിൽ പ്രവർത്തിക്കുന്ന തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ പ്രതിസന്ധി ഇതിനകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ സമ്പദ്ഘടനയുടെ തിരിച്ചുവരവിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സ്ഥിതി വൈദ്യുതി പ്രതിസന്ധി സൃഷ്ടിക്കാം. നമുക്ക് സമ്പദ്ഘടനയെ തിരിച്ചു കൊണ്ടുവരുന്നതിനകത്തുള്ള പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഈ സംസ്ഥാനങ്ങൾക്ക് പുറമെ മറ്റ് പ്രദേശങ്ങളിൽ വൈദ്യുതി നിയന്ത്രണങ്ങളിലേക്ക് പോകുന്നു. അതായത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പ്രതിസന്ധി ഇല്ലെങ്കിലും മറ്റു പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലും വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് പോകുന്നത് രാജ്യത്തെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ അടക്കം ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായിട്ടും ഈ ക്യാപ്റ്റീവ് കൽക്കരി നിലയങ്ങളും, അതായത് സ്റ്റീൽ ഇൻഡസ്ട്രീസിന് ക്യാപ്റ്റീവായിട്ട് കൽക്കരി നിലയം അനുവദിച്ചു കൊടുക്കും, അലൂമിനിയം ഇൻഡസ്ട്രിക്ക് ക്യാപ്റ്റീവായിട്ട് ഇത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നുള്ള കൽക്കരി ഉൽപാദനമാകെ ഇപ്പൊ വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി മറിച്ച് ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തുകൊണ്ടാണ് വൈദ്യുതി രംഗത്തെ പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് കൽക്കരി, സ്റ്റീല്, അലൂമിനിയം പോലെയുള്ള ഉൽപാദന മേഖലകളെ ആ തീരുമാനം ദോഷകരമായി വരുന്ന ദിവസങ്ങളിൽ ബാധിക്കും. തീർച്ചയായും ആശങ്കകൾക്ക്, ഞാൻ സമയപരിമിതിയുണ്ട്, ആശങ്കകൾക്ക് ഏറെ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുമ്പോഴും ഈ വിശദീകരണങ്ങൾ കൊണ്ട് കാര്യങ്ങൾ മതിയാകുന്നുണ്ടോ എന്നുള്ളതാണ്. ബ്ലാക്ക് ഔട്ടിലേക്ക് കടക്കാൻ സാധ്യതയില്ല, ബ്ലാക്ക് ഔട്ട് മുന്നറിയിപ്പ് മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുമ്പോഴും അങ്ങനെ ഒരു സാധ്യതയില്ല എന്ന് കേന്ദ്രം ആവർത്തിക്കുന്നു. ഊർജ്ജ പ്രതിസന്ധി കെട്ടിച്ചമച്ച കഥയാണെങ്കിൽ എന്തുകൊണ്ടാണ് 10ലേറെ സംസ്ഥാനങ്ങളിൽ മണിക്കൂറുകൾ നീളുന്ന വൈദ്യുതി നിയന്ത്രണം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. അതിന് വ്യക്തമായ ഉത്തരമില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ
കൂടി അറിയേണ്ടിയിരിക്കുന്നു രാജ്യം എന്ത് പ്രതിസന്ധിയെ എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത്, മറികടക്കാൻ പോകുന്നതെന്ന്. വളരെയധികം നന്ദി പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. കെ വി തോമസ്, അഡ്വക്കേറ്റ് ജയസൂര്യൻ, ബി പ്രദീപ്, ഒപ്പം അഡ്വക്കേറ്റ് ബിജിലി ജോസഫ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. പൂർണ്ണമാകുന്നു പ്രൈം ഡിബേറ്റ്. നമസ്കാരം.